അമേരിക്കൻ സ്വപ്നങ്ങൾ കവർന്നതാര് എന്ന പുസ്തകമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. 5 ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പേജ് 1 മുതൽ 5 വരെ. പേജ് 2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ വായിക്കുന്നത്. പേജ് 1ന്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഹെഡ്സെറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. പേജ് 2. ആരാണ് അമേരിക്കൻ ഡ്രീം മോഷ്ടിച്ചത്? എന്തിനു വേണ്ടി? 03. പിരമിഡ് സ്കീമുകൾ. ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാകാനാഗ്രഹിക്കുന്നവൻ ഒരു വർഷം കൊണ്ട് തൂങ്ങിമരിക്കും. ലിയനാർഡോ ഡാവിഞ്ചി, ഇറ്റാലിയൻ ചിത്രകാരൻ. ചിലരെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പിരമിഡ് സ്കീമെന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനിത് ചോദിക്കാനുള്ള പ്രധാന കാരണം ഭൂരിഭാഗം പേർക്കും ഒരു പിരമിഡ് സ്കീം എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല. സത്യം പറഞ്ഞാൽ പല തട്ടുകളിലായുള്ള പിരമിഡ് ഒരു പ്രകൃതിദത്ത ഘടനയാണ്. ഈ ലോകത്ത് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന എന്തും ഒരു പിരമിഡിന്റെ ഷേപ്പിലാണ്. താഴേക്ക് വരും തോറും വലതും വിശാലവുമാകുന്ന തരത്തിൽ വിവിധ തട്ടുകളാണ് ഉള്ളത്. പ്രമുഖ എഴുത്തുകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോക്ടർ കാൾഡീൻ ബ്ലാക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് നോക്കൂ. ഡെലിഗേഷൻ പല തട്ടുകളുള്ള ഒരു പിരമിഡ് സൃഷ്ടിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് പല തട്ടുകളുള്ള ഒരു പിരമിഡാണ്. സ്കൂളുകൾ, പള്ളികളൊക്കെ അങ്ങനെ തന്നെ. വിജയിച്ച എല്ലാ ബിസിനസ്സുകളും പിരമിഡുകളാണ്. കാരണം അവ സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്നു. പലതട്ടുകളുള്ള ഒരു പിരമിഡ് ഘടനയിൽ അവസാനിക്കുന്നു. ഏത് മൾട്ടി ലെവൽ ഘടനയിലും പവർ വരുന്നത് താഴെ തട്ടിൽ നിന്നാണ്. നമ്മുടെ ഗവൺമെന്റ് സേവനങ്ങൾ ഒരു പിരമിഡിന്റെ താഴെത്തട്ടിലേക്ക് വിതരണം ചെയ്യുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ വോട്ടിലൂടെ അതിനുള്ള അധികാരം മുകളിലേക്ക് നൽകുന്നു. മാർക്കറ്റിംഗ് കമ്പനികൾ അവരുടെ ഉത്പന്നങ്ങൾ പിരമിഡിന് താഴേക്ക് വിതരണം ചെയ്യുന്നു. പക്ഷേ അതിനുള്ള അധികാരം നമ്മൾ മുകളിലേക്ക് ഡോളറുകളായി അവർക്ക് നൽകുന്നു. അതായത് 2 വഴികളും പ്രവർത്തിക്കും. ആദ്യം താഴേക്കും പിന്നെ മുകളിലേക്കും. മൂല്യം പിരമിഡിന് താഴേക്ക് ഒഴുകുമ്പോൾ പ്രതികരണമായി പവർ മുകളിലേക്ക് ഉയരുന്നു. മൂല്യത്തിന്റെ ഒഴുക്ക് നിലക്കുമ്പോൾ പവറിന്റെ ശക്തിയും മുകളിലേക്ക് ഉയരുന്നത് ഡോളറുകളായോ വോട്ടുകളായോ നിലയ്ക്കും. അങ്ങനെ സിസ്റ്റം മുഴുവൻ തകരുന്നു. അതായത് ഡോക്ടർ ബ്ലാക്കിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അമേരിക്കയിലെ ബിസിനസ്സുകൾ, ഗവൺമെന്റ്, വിദ്യാഭ്യാസം എല്ലാം പിരമിഡാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഒരു പിരമിഡാണ്. മൈക്രോസോഫ്റ്റ് പോലെ, ജനറൽ മോട്ടോഴ്സ് പോലെ, കോളേജുകളും യൂണിവേഴ്സിറ്റികളും US ഗവൺമെന്റും പോലെ, അമേരിക്കയിലെ ഗേൾ സ്കൌട്ട് പോലെ, ഫ്രാഞ്ചൈസികൾ പോലെ, നിങ്ങളുടെ ചർച്ച് പോലെ ഒക്കെ. എന്നാൽ എന്തിനെയെങ്കിലും ഒരു പിരമിഡ് സ്കീം ആക്കുന്ന പിരമിഡ് ഘടനയല്ല ഇതിനുള്ളത്. ഒരു പിരമിഡ് എന്ന ആശയത്തിൽ തെറ്റൊന്നുമില്ല. ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു പിരമിഡ് നല്ലതോ ചീത്തയോ തെറ്റോ ശരിയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഒരു പിരമിഡ് നാണയത്തിന്റെ 2 വശങ്ങൾ. മികച്ച ഒരു ഉദാഹരണം സെൽഫോണാണ്. പ്രത്യേകിച്ച് വലിയ ശക്തിയും സൗകര്യവുമൊക്കെയുള്ള ഒരു ടൂൾ. പക്ഷേ ആന്തരികമായി അത് നിഷ്പക്ഷമാണ്. അത് നല്ലതോ ചീത്തയോ അല്ല. അത് ഒരു നല്ല കാര്യത്തിനോ ചീത്ത കാര്യത്തിനോ അല്ലെങ്കിൽ നിയമപരമോ നിയമവിരുദ്ധമോ ആയ കാര്യത്തിന് ഉപയോഗിക്കണമോ എന്നത് ഉപയോഗിക്കുന്നയാളിന്റെ തീരുമാനമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വീഴുകയും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ആരെങ്കിലും അവരുടെ സെൽഫോൺ ഉപയോഗിച്ച് 911ലേക്ക് സഹായത്തിന് വിളിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. മറ്റൊരാൾ അതേ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തുപോയി ഒരു ബോംബ് ഭീഷണി മുഴക്കിയാൽ അതൊരു ചീത്ത കാര്യമാണ്. സെൽഫോൺ മാത്രമെടുത്താൽ അത് നല്ലതോ ചീത്തയോ അല്ല. അതിന്റെ നന്മയും തിന്മയും ഓപ്പറേറ്ററുടെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ ഫോണിന്റെയല്ല. ഒരു പിരമിഡിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. എന്തിനെയെങ്കിലും പിരമിഡ് ഘടനയിലേക്ക് ആക്കുന്നത് തെറ്റൊന്നുമല്ല. ഡോക്ടർ ബ്ലാക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പിരമിഡിനെ സ്മീം ആക്കുന്നത് മൂല്യം താഴെത്തട്ടിലേക്ക് ഒഴുകുന്നത് നിലക്കുമ്പോഴാണ്. മൂല്യത്തെ അത്യാഗ്രഹമോ അല്ലെങ്കിൽ അനധികൃത പ്രവർത്തനങ്ങളോ മറികടക്കുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും, പക്ഷെ ശരിയാണ്. 2 തരം പിരമിഡ് സ്കീമുകളുണ്ട്: അനധികൃത പിരമിഡ് സ്കീമുകളും നിയമപരമായ പിരമിഡ് സ്കീമുകളും. 2 സ്കീമുകളുടെയും സ്ഥാപനങ്ങളുടെ ഘടന ഒരു സമഭുജ ത്രികോണം പോലെയാണ്. താഴെ വീതി കൂടിയും മുകളിലേക്ക് പോകും തോറും അഗ്രം കൂർത്തും വരും. നിങ്ങൾക്ക് മനസ്സിലായതുപോലെ രൂപമല്ല ഒരു പിരമിഡ് നിയമപരമായ സ്കീമാണോ അനധികൃത സ്കീമാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഇത് ആളുകളെയും രാഷ്ട്രീയത്തെയും ആശ്രയിച്ചിരിക്കും. വരും പേജുകളിൽ നമ്മൾ ചില അനധികൃത പിരമിഡുകളുടെ ക്ലാസിക് ഉദാഹരണങ്ങളെക്കുറിച്ചും നിയമം മൂലം നിയമവിധേയമാക്കപ്പെട്ടിട്ടുള്ള ചില ലീഗൽ പിരമിഡുകളെയും കുറിച്ച് മനസ്സിലാക്കും. പ്രത്യേകിച്ച് മുകൾത്തട്ടിലുള്ളവർക്ക് കുറച്ച് മാത്രം സഹായം ചെയ്യുകയും താഴേക്ക് വരും തോറും ഇരട്ടിക്കുകയും ചെയ്യുന്ന പിരമിഡുകളെക്കുറിച്ച്. 04. അനധികൃത പിരമിഡ് സ്കീമുകൾ. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സുവർണതത്വം എന്ന് പറയുന്നത് ട്രക്കുകൾ, ടൈപ്പ് റൈറ്ററുകൾ, ചരട് എന്നിവയാണ്. JC പെന്നി സ്ഥാപകൻ, JC പെന്നി സ്റ്റോഴ്സ്. താഴെ തട്ടിലുള്ളവർ പണം നിക്ഷേപിക്കുകയും മൂലം അവരിലേക്ക് തിരികെ എത്താതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പണം തട്ടിപ്പാണ് അനധികൃത പിരമിഡ് സ്കീമുകൾ. മുകൾ തട്ടിലുള്ള കുറച്ചുപേർ മാത്രം സമ്പന്നരാവുകയും താഴേതട്ടിലുള്ളവർക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നതരം ബിസിനസ്സാണ് ഇത്.
ചെയിൻ ലെറ്ററുകൾ, എയർപ്ലെയിൻ ഗെയിം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. കുറച്ചു വർഷങ്ങൾ കൂടുമ്പോൾ മണിറ്ററി ഗെയിമുകൾ മുളച്ച് പൊന്തുകയും ഗവൺമെന്റ് മുന്നിട്ടിറങ്ങി അടച്ചുപൂട്ടുന്നതുവരെ തുടരുകയും ചെയ്യും. ഒരു ചെയിൻ ലെറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഒരു ദിവസം നിങ്ങൾക്കൊരു കത്ത് അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കുന്നു. അത് ആരാണ് നിങ്ങൾക്ക് അയച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. സാധാരണയായി ഇത്തരം കത്തുകളിൽ പ്രചോദിപ്പിക്കുന്ന വാക്കുകളിൽ സമ്പന്നതയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടാകും. ഇതോപോലെ 2-3 ആഴ്ച നിങ്ങളും ചെയ്താൽ നിങ്ങളുടെ മെയിൽ ബോക്സിൽ മാന്ത്രികം പോലെ ആയിരക്കണക്കിന് ഡോളറുകൾ പ്രത്യക്ഷപ്പെടുമെന്ന വാഗ്ദാനം ലഭിക്കും. കത്തിൽ എവിടെയെങ്കിലും കുറച്ച് പേരുകളും വിലാസവും ഉണ്ടാകും. ലിസ്റ്റിൽ മുകളിലുള്ള വ്യക്തിയെ എടുക്കുക. അയാളെ മായ്ച്ചു കളഞ്ഞ ശേഷം അയാളുടെ വിലാസത്തിലേക്ക് $5,10,100 തുകകളിലൊന്ന് പണമായോ മണി ഓർഡറായോ അയക്കുക. നിങ്ങളുടെ പേര് ലിസ്റ്റിൽ അവസാനമായി ചേർക്കുക. നിങ്ങൾ കത്തിന്റെ 10 മുതൽ 100 പകർപ്പ് എടുത്ത ശേഷം നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം അയക്കുക. സാധാരണയായി ഇത്തരം കാര്യങ്ങളിൽ ഒരു തിടുക്കമുണ്ടാകും. പലപ്പോഴും ആ ദിവസം തന്നെ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കത്ത് അയക്കാൻ അവർ താൽപര്യപ്പെടും. ചില കത്തുകളിൽ നിങ്ങൾ ഈ ശൃംഖല തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പട്ടിണിയുടെ പിടിയിലകപ്പെടുമെന്ന് തുടങ്ങിയ ഭീഷണികളും ഉണ്ടാകും. കാര്യമായി പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള ചില ചെയിൻ കത്തുകളിൽ ശൃംഖല തകർത്തതുമൂലം വീടും ബിസിനസ്സും നഷ്ടപ്പെടുകയും മരിച്ചു പോവുകയും ചെയ്തവരുടെ കഥ വരെയുണ്ടാകും. ചെയിൻ ലെറ്ററുകൾ തകരുന്നതാണ് യഥാർത്ഥ പ്രശ്നം. ആ ചെയിനാണ് കത്തുകളുടെ വിതരണം. ചെയിൻ ലെറ്റർ ലഭിക്കുന്ന എല്ലാവരും ലിസ്റ്റിൽ മുകളിലുള്ളയാൾക്ക് പണമക്കുകയും തങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം കത്ത് അയക്കുകയും ചെയ്താൽ പിരമിഡിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് വരെ ആയിരക്കണക്കിന് ഡോളറുകൾ ലഭിക്കുന്നു. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല. ചെയിൻ ലെറ്റർ ആരംഭിക്കുന്ന വ്യക്തി, അതായത് പിരമിഡിന് മുകളിലുള്ള വ്യക്തിക്ക് അത് പൊട്ടിത്തകരുന്നതിന് മുൻപ് തന്നെ ലഭിക്കാനുള്ള പരമാവധി ലഭിക്കുന്നു. അവർക്ക് മാത്രമാണ് പണമുണ്ടാക്കാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാവർക്കും നഷ്ടമാണ് ഉണ്ടാകുന്നത്. അനധികൃത ലോട്ടറികൾ. ചാൻസുകളിലൂടെ പണം നേടിയെടുക്കുന്ന എല്ലാ കളികളും ചൂതാട്ടമാണ്. പ്രാദേശിക രാജ്യ, ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ കർശന മേൽനോട്ടത്തിലല്ലാത്ത എല്ലാ ചൂതാട്ടങ്ങളും നിയമവിരുദ്ധമാണ്. US പോസ്റ്റൽ സർവീസിന് ഒരു അന്വേഷണ എൻഫോഴ്സ്മെന്റ് ഡിവിഷൻ തന്നെയുണ്ട്. ഇവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരം ചെയിൻ ലെറ്ററിൽ പങ്കാളികളാകുന്നവരെ കണ്ടുപിടിച്ച് ജയിലിൽ അടക്കുകയാണ്. അതുവഴി അവർ ആ ശൃംഖലയുടെ കണ്ണി പൊട്ടിക്കുന്നു. ഈ ഫെഡറൽ ഏജന്റുമാർ ദാക്ഷിണ്യമൊട്ടുമില്ലാത്തവരാണ്. അവർ ബാഡ്ജുകൾ ധരിച്ചിരിക്കും. വിലങ്ങുകളും തോക്കുകളും അവരുടെ പക്കലുണ്ടായിരിക്കും. ഫെഡറലുകളാകുന്നതോടെ അവരുടെ ശക്തി എല്ലായിടത്തേക്കും ബാധിക്കും. എന്നാൽ ഇവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ IRS ഉദ്യോഗസ്ഥർ പൂച്ചകളാണ്. ഒരു ചെയിൻ ലെറ്റർ അനധികൃത ലോട്ടറിയാണ്. ഒരു പ്രാദേശിക പള്ളിയിലെ ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന ബിങ്കോയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ റാഫിളോ അല്ലാതെ ലോട്ടറി നിയമപരമായി നടത്താൻ അധികാരമുള്ളത് ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. വളരെ പെട്ടെന്ന് സമ്പന്നനാകാനുള്ള മറ്റൊരു വഴിയാണ് കുപ്രസിദ്ധ മണിറ്ററി ഗെയിമായ എയർപ്ലെയിൻ ഗെയിം. അത് കളിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. എയർപ്ലെയിൻ ഗെയിം. ഒരു കൂട്ടം ആളുകൾ ചേർന്നൊരു സാങ്കല്പിക എയർപ്ലെയിൻ ഉണ്ടാക്കുന്നു. പ്ലെയിനിൽ യാത്രക്കാരുണ്ടാകും, പൈലറ്റും കോ പൈലറ്റും ഉണ്ടാകും. യാത്രക്കാർക്ക് $1,500 അല്ലെങ്കിൽ $6,000 കൊടുത്ത് പ്ലെയിനിൽ ഒരു സീറ്റ് വാങ്ങാം. കളിക്കുന്ന കളിയുടെ സ്വഭാവമനുസരിച്ച് $50,000 വരെ വാങ്ങാവുന്നതാണ്. ഒരിക്കൽ യാത്രക്കാരനായി കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ അതേ തുകയിൽ മറ്റ് യാത്രക്കാരെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യേണ്ടതാണ്. ഓരോ തവണ നിങ്ങൾ പുതിയ യാത്രക്കാരനെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സീറ്റ് കോപ്പിഡിന് നേർക്ക് ഒരു സീറ്റ് മുന്നിലേക്ക് നീങ്ങുന്നതാണ്. മതിയായ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോ പൈലറ്റും പൈലറ്റുമായി മാറാം. ഇപ്പോൾ നിങ്ങൾ കൈയിൽ കാശുള്ള പുതിയ യാത്രക്കാരെ ഒരു മീറ്റിംഗിനായി കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ആളുകൾക്ക് പണം നൽകി സീറ്റ് വാങ്ങുന്നത്. മാത്രമല്ല, ആളുകളെ എങ്ങനെ ആകർഷിക്കണമെന്നതിനായി ചെറിയൊരു കോച്ചിംഗ് നൽകും. 10 പുതിയ യാത്രക്കാർ $1,500 വീതമിട്ടാൽ അത് തന്നെ $15,000 ആകും. ഭൂരിഭാഗം എയർപ്ലെയിൻ ഗെയിമിലും 4 മുതൽ 6 ആഴ്ചകൾ കൊണ്ട് ഒരു പുതിയ യാത്രക്കാരൻ പൈലറ്റിന്റെ സീറ്റിലെത്തിയിരിക്കും. പൈലറ്റ് ആയതിനുശേഷം എന്ത് ചെയ്യും? തന്റെ കൈയിലുള്ള പണം ചെലവാക്കാനായി സൺസെറ്റിലേക്ക് പറക്കും, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ എയർപ്ലെയിനിൽ ഒരു സീറ്റ് വാങ്ങും. നിങ്ങളിത് 2 തവണ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ഒരു സീറ്റിന് $6,000 വിലയുള്ള ഗെയിം കളിക്കാൻ അർഹരാകും. ലളിതമായ കണക്കിൽ നോക്കിയാൽ 6000/10 = $60,000, അല്ലെങ്കിൽ ഒരാഴ്ച $10,000. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടന്നാൽ പ്ലെയിൻ തകരില്ല. പക്ഷേ എയർപ്ലെയിൻ ഗെയിമിൽ മുകളിലേക്ക് പോകുന്നവർ എന്തായാലും താഴേക്ക് വരണം. പുതിയ യാത്രക്കാർ ആവശ്യത്തിനില്ല എങ്കിൽ എയർപ്ലെയിൻ തകരും. അതായത് പൈലറ്റ് സീറ്റിലേക്ക് എത്തപ്പെടുമെന്ന പ്രതീക്ഷയിൽ $1,500 ചെലവാക്കിയ ഒരു വ്യക്തി എപ്പോൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പദ്ധതിയിൽ ചേർക്കാൻ പരാജയപ്പെടുന്നു, അപ്പോൾ പ്ലെയിൻ തകരും. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ആദ്യം പൈലറ്റായ ആളുകൾക്ക് കുറച്ച് ഭാഗ്യം ലഭിക്കുന്നു. ബാക്കിയുള്ളവർക്ക് $1,500 വീതം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം പണം പിരമിഡിന് മുകളിലേക്ക് പോകുന്നു. പക്ഷേ ഉത്പന്നത്തിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ രൂപത്തിലുള്ള മൂല്യം താഴേക്ക് തിരികെ വരുന്നില്ല. കുറച്ച് വിജയികൾ, കൂടുതൽ നഷ്ടപ്പെട്ടവർ. ഇതാണ് ഇത്തരം മണിഗെയിമുകൾ അനധികൃതമാകാനുള്ള രണ്ടാമത്തെ കാരണം. അത് ആളുകളെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നു. ആരെങ്കിലും ക്രമേണ നിരവധി പേർ കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പരാജയപ്പെട്ട് ചെയിൻ തകർക്കുന്നു.
ഒരാൾക്ക് മതിയായ ആളുകളെ കൊണ്ട് പണമോ കത്തോ അയപ്പിക്കാൻ സാധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ സാധിക്കാതെ പോവുകയോ ചെയ്താൽ അവൻ അല്ലെങ്കിൽ അവൾ ഔട്ടാകുന്നു. പണം തിരികെ കിട്ടാതിരിക്കുന്നതാണ് നിങ്ങൾ ഇതിലെടുക്കുന്ന റിസ്ക്. മുകളിലുള്ള കുറച്ചുപേർ കുറച്ച് ലാഭമുണ്ടാക്കുകയും ബാക്കിയുള്ളവർക്ക് ₹1 പോലും കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. എയർപ്ലെയിൻ ഗെയിം പോലുള്ള ചില അനധികൃത മണി ഗെയിമുകൾക്ക് കളി തുടങ്ങണമെങ്കിൽ തന്നെ ആയിരക്കണക്കിന് ഡോളർ ആവശ്യമാണ്. ചെയിൻ പൊട്ടി പ്ലെയിൻ തകരുന്നതോടെ പണം നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഉള്ളത്. ഇത്തരം അനധികൃത പിരമിഡ് സ്കീമുകൾ എന്നെങ്കിലും തകർന്നെരിണ്ടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വസ്തുതയെന്തെന്നാൽ അവസാനം ന്യൂയോർക്ക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഈ എയർപ്ലെയിൻ ഗെയിം തകർത്തപ്പോൾ കണ്ടെത്തിയ കാര്യം ഇതിന്റെ അടിവേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് ചില മാഫിയകളിലാണ് എന്നാണ്. പോൺസി പദ്ധതികൾ മറ്റൊരു അനധികൃത പദ്ധതിയാണ് ഇത്. ഒരു ഇറ്റാലിയൻ കുടിയേറ്റക്കാരനായ കാർലെ ചാൾസ് പോൺസിയിൽ നിന്നാണ് ഈ തട്ടിപ്പ് പദ്ധതിക്ക് ഈ പേര് ലഭിച്ചത്. 1900 കാനഡയിൽ നിന്നാണ് പോൺസി അമേരിക്കയിലെത്തുന്നത്. വണ്ടിച്ചെക്ക് കേസിൽ അയാൾ കുറച്ചുകാലം കാനഡയിൽ ജയിലിലായിരുന്നു. അമേരിക്കയിലെത്തി അധികം വൈകാതെ ഇയാൾ മനുഷ്യക്കടത്തിന് ജയിലിലായി. പോൺസി ഒരു ബൊട്ടാണിസ്റ്റ്, സസ്യശാസ്ത്രജ്ഞൻ ആയിരുന്നുവെങ്കിൽ മണിട്രീ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ചരിത്രം അയാളെ ആദരിക്കുമായിരുന്നു. എന്നാൽ അയാൾ ചെയ്തതോ? 1920കളുടെ തുടക്കത്തിൽ ലോകത്തെ പോസ്റ്റ് ഓഫീസുകൾ ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺസ് എന്ന പേരിൽ കൂപ്പൺ ഇറക്കുകയുണ്ടായി. ഈ കൂപ്പണുകൾ കൊടുത്ത് ലോകത്ത് എവിടെ നിന്നും പോസ്റ്റേജ് സ്റ്റാമ്പുകൾ വാങ്ങാം. പോൺസിയുടെ ആശയമെന്നത് പണപ്പെരുപ്പം കൂടിയ ഇടത്തുനിന്ന് കൂപ്പൺ വാങ്ങി പണപ്പെരുപ്പം കുറഞ്ഞ രാജ്യങ്ങളിൽ മാറ്റിയെടുക്കുക എന്നതായിരുന്നു. ലളിതമായി പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടുതൽ വിലയ്ക്ക് വിൽക്കാം. ഈ കൂപ്പണുകൾക്ക് ശക്തി പകരാനായി പോൺസി തന്നെ ഒരു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്പനി തുടങ്ങുകയും സ്വന്തമായി പ്രോമിസറി നോട്ടുകൾ പുറത്തിറക്കുകയും ചെയ്തു. ഒരു നിക്ഷേപകന് $150 മുഖവിലയുള്ള പോൺസി നോട്ട് $100 വാങ്ങാം. 90 ദിവസത്തിനുള്ളിൽ നിക്ഷേപകന് പോൺസി നോട്ട് മുഴുവൻ വിലയ്ക്കും വിൽക്കാം. അക്കാലത്ത് ബാങ്കുകൾ വെറും 4% പലിശ നൽകുമ്പോഴാണ് പോൺസി 50%-ലധികം റിട്ടേൺ നൽകുന്നത്. ആദ്യമൊക്കെ പോൺസിയുടെ നിക്ഷേപകർ ശ്രദ്ധാലുക്കളായിരുന്നു. അവർ $10ന്റെയോ $20ന്റെയോ റിസ്കേ എടുക്കാൻ തയ്യാറായുള്ളൂ. എന്നാൽ 1-2 തവണ തങ്ങളുടെ പണത്തിന് 50%-ലേറെ പലിശ ലഭിച്ചതോടെ അവർക്ക് കൂടുതൽ വിശ്വാസ്യതയുണ്ടാവുകയും ആയിരക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ പോൺസി നിക്ഷേപകർക്ക് കൂടുതൽ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് 90 ദിവസമെന്ന കാലാവധി 45 ദിവസമായി കുറയ്ക്കുകയും ചെയ്തു. അധികം വൈകാതെ പോൺസിയുടെ സാമ്രാജ്യം വൻ വളർച്ച നേടി. അയാളുടെ ഓഫീസുകളിലേക്ക് പ്രതിദിനം $1 മില്യൺ വീതമായിരുന്നു വരുമാനം. ഇന്നത്തെ കണക്കിൽ നോക്കിയാൽ പ്രതിദിനം $100 മില്യൺ വീതം. അയാളുടെ നിക്ഷേപകർ വലിയ സമ്പന്നരായി ലോകമെങ്ങും പടർന്നു. പോൺസി ആകട്ടെ സമ്പന്നനായിക്കൊണ്ടേയിരുന്നു. അയാൾ ഒരു സാമ്പത്തിക ജീനിയസായി വാഴ്ത്തപ്പെട്ടു. അധികം വൈകാതെ ഹാനോവർ ട്രസ്റ്റ് കമ്പനി എന്ന പേരിൽ ഒരു ലോക്കൽ ബാങ്കും അയാൾ സ്വന്തമാക്കി. മസാച്യുസെറ്റ്സിലെ ലെക്സിംഗ്ടൺ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് താമസിച്ചിരുന്ന അയാളെ ലോകം മഹാനായ പോൺസി എന്ന് വാഴ്ത്തിപ്പാടി. മണി മെഷീൻ തകരുന്നു. ഒരൊറ്റ പ്രശ്നം മാത്രം. പോൺസിയുടെ മണി മെഷീൻ പ്രവർത്തിച്ചിരുന്നത് ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് നൽകുന്ന വിധത്തിലായിരുന്നു. ഇന്ന് വരുന്ന നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങി. നേരത്തെയുള്ള നിക്ഷേപകൻ പോൺസി നോട്ടുമായി നാളെ വരുമ്പോൾ പണം നൽകുന്ന രീതിയിലായിരുന്നു അത്. പോൺസി അതിവിദഗ്ധമായി പദ്ധതി നടത്തിക്കൊണ്ടു പോന്നു. ആരും കർട്ടന് പിന്നിലേക്ക് നോക്കാൻ മിനക്കെട്ടതേയില്ല. എന്നാൽ 1920കളിലെ ഒരു ദിവസം എല്ലാ സന്തോഷവും അവസാനിച്ചു. പോൺസിയുടെ സമ്പത്ത് ഉണ്ടാക്കുന്ന നിക്ഷേപത്തിന് പിന്നിലെ സോഴ്സ് ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പണുകളല്ലെന്ന് നിക്ഷേപകർ കണ്ടെത്തി. പോൺസി $100 പോലും അവ വാങ്ങിയിട്ടില്ലായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ പോൺസി വിലയെടുത്ത പബ്ലിക് റിലേഷൻ വ്യക്തിക്ക് ബോസ്റ്റണിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി. അതോടെ പോൺസി തട്ടിപ്പിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിയും അടിച്ചു. മെയിൽ തട്ടിപ്പിന് പോൺസിയെ വർഷം ശിക്ഷിച്ചു. ജാമ്യത്തിലിറങ്ങിയ പോൺസി ഫ്ലോറിഡയിലേക്ക് പോയി. ചതുപ്പുനിലം വിറ്റ ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിൽ പിടിയിലായി വീണ്ടും ജയിലിലെത്തി. താമസിക്കാതെ ഇയാളെ ഇറ്റലിയിലേക്ക് നാടുകടത്തി. 1941 ഒരു ദരിദ്രനായി പോൺസി ഒറ്റയ്ക്ക് ഇറ്റലിയിൽ മരിച്ചു. കറങ്ങി പോൺസി സ്കീമിൽപ്പെട്ട് നഷ്ടപ്പെട്ടത് എത്രയാണ് എന്നതിന്റെ യഥാർത്ഥ കണക്ക് ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. ബിസിനസ് തകരുന്നതിന് മുൻപ് 1920കളിലെ ഡോളർ കണക്കിൽ ഏകദേശം $15 മില്യൺ നിക്ഷേപകർക്ക് തിരികെ നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധ പിരമിഡ് പദ്ധതിയുടെ പിതാവ് എന്ന പേരിലാണ് കാർലോ ചാൾസ് പോൺസി ഓർമ്മിക്കപ്പെടുന്നത്. പോൺസി തട്ടിപ്പിനെ നിയമവിരുദ്ധ പിരമിഡ് പദ്ധതിയാക്കിയത് മെറി ഗോ എറൌണ്ട് തത്വമാണ്. അതായത് പുതിയ നിക്ഷേപകരുടെ രൂപത്തിലെപ്പോൾ വരെ പണം വന്നുകൊണ്ടിരിക്കുന്നുവോ അതുവരെ പഴയ നിക്ഷേപകർക്ക് പൂർണ്ണമായി പണം തിരികെ ലഭിക്കും. നിക്ഷേപകർക്ക് കൃത്യസമയത്ത് പണം പൂർണ്ണമായി ലഭിക്കുന്നതുവരെ അവർ സന്തോഷവാന്മാരുമായിരിക്കും. എന്നാൽ പണത്തിന്റെ വരവ് നിൽക്കുന്നതോടെ എല്ലാം തകരുന്നു. കാരണം ഇവിടെ പകരമായി പണമോ ഓഹരി, സിഡികൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണക്കെട്ടുകൾ പോലെ മൂല്യമുള്ള മറ്റു വസ്തുക്കൾ ഒന്നും റിസർവായി സൂക്ഷിച്ചിട്ടില്ല. കാരണം പോൺസി പുതിയ നിക്ഷേപകരുടെ പണമാണ് തന്റെ ആവശ്യത്തിനും പഴയ നിക്ഷേപകരുടെ പണം തിരികെ നൽകാനും ഉപയോഗിച്ചിരുന്നത്. പണത്തിന്റെ ഒഴുക്ക് നിലച്ചപ്പോൾ സ്കീം ഒരു ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നു വീണു.
ക്രമേണ വൈകി നിക്ഷേപിച്ചവർക്ക് തങ്ങളുടെ പണം നഷ്ടമായി. ചിലർക്കാകട്ടെ തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമായി. പോൺസി ചെയ്തതോ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന ഒരു കുമിളയ്ക്കുള്ളിൽ ജീവിക്കുകയായിരുന്നു. അതായത് ഇന്നലെ വാങ്ങിയ സാധനങ്ങൾക്ക് വേണ്ടി നാളെ പണം വരുമെന്നും അത് ഈ ആഴ്ചയെങ്ങും ബാങ്കിൽ സമർപ്പിക്കപ്പെടുകയില്ലെന്നുമുള്ള പ്രതീക്ഷയിൽ ഇന്നൊരു ചെക്ക് എഴുതി നൽകുകയും ചെയ്യുന്നത് പോലെ. പരിചയം തോന്നുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, ഗവൺമെന്റ്, വിദ്യാഭ്യാസം, ബിസിനസ്സുകൾ എല്ലാം തന്നെ കാർലോ പോൺസി ചെയ്തത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്ത അധ്യായത്തിൽ പോൺസിയുടെ സ്ലിമിനെ പെന്നി ആൻഡ് പോക്കറാക്കി മാറ്റുന്ന ചില വലിയ പിരമിഡുകളെ കുറിച്ച് പറയാം. അവ തികച്ചും നിയമവിധേയമാണ്. അവ നിയമവിധേയമായി തന്നെ തുടരുമോ അതോ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുമോ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. 05 നിയമവിധേയമായ പിരമിഡ് സ്കീമുകൾ. US ഗവൺമെന്റിന് പണവും അധികാരവും നൽകുന്നത് കൌമാരക്കാരന് വിസ്കിയും കാറിന്റെ കീയും നൽകുന്നത് പോലെയാണ്. PJ റൂക്ക്, രാഷ്ട്രീയ നിരീക്ഷകൻ. നിയമവിരുദ്ധ പിരമിഡ് സ്കീമുകൾ എന്തുകൊണ്ട് നിയമവിരുദ്ധമായി എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നിയമവിരുദ്ധ ചൂതാട്ടം, എയർപ്ലെയിൻ ഗെയിമുകൾ, പോൺസി സ്കീമുകൾ എന്നിവ നിരവധി പേരുടെ ചെലവിൽ വളരെ കുറച്ചുപേർ മാത്രം സമ്പന്നരായ ചില തട്ടിപ്പുകൾ മാത്രമാണ്. ഇത്തരം നടപടികൾ മനുഷ്യത്വത്തെ പോലും തകർക്കുന്നവയാണ്. പക്ഷേ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ജോലിയെടുക്കണമെന്നും നിശ്ചയിക്കുന്ന മറ്റു ചില നിയമങ്ങളുണ്ട്. പ്രകൃതി നിയമങ്ങൾ, ദൈവത്തിന്റെ നിയമങ്ങൾ. പണം അല്ലെങ്കിൽ അധികാരം മുകളിലേക്ക് നൽകുമ്പോൾ യാതൊരു മൂല്യവും താഴേക്ക് നൽകാതെ പിരമിഡുകൾ തകരുന്നതിനെക്കുറിച്ച് ഡോക്ടർ ബ്ലാക്ക് സൂചിപ്പിച്ചത് ഈ നിയമങ്ങൾ വെച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് സ്കീം. ഏറ്റവും ഉയരത്തിൽ പിരമിഡ് സ്കീമുകളുള്ള നിരവധി സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയുമൊക്കെ നമുക്ക് നിസ്സംശയം ചൂണ്ടിക്കാട്ടിത്തരാൻ സാധിക്കും. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് സ്കീം നിയമപരമാണ്. ഞാൻ പറയുന്ന ഈ സ്കീം നടത്തുന്നത് US ഗവൺമെന്റാണ്. അതാണ് സോഷ്യൽ സെക്യൂരിറ്റി. നിലവിൽ അമേരിക്കയിൽ 50 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും തങ്ങളുടെ റിട്ടയർമെന്റ് കാലത്ത് സോഷ്യൽ സെക്യൂരിറ്റി ലഭിക്കുമെന്ന ഉറപ്പൊന്നുമില്ല. ബേബി ബൂമർമാർ തങ്ങളുടെ ഓഹരി കൈപ്പറ്റി തുടങ്ങുന്ന കാലത്ത് ഈ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ തകർന്നു തുടങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി അഥവാ വമ്പൻ പിരമിഡ് സ്കീം? അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന കാലത്തുടനീളം ഓരോ മാസവും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് പേറോൾ ടാക്സ് ആയി, ഇത് വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് വരും നൽകുന്നു. നിങ്ങൾ 60ാമത്തെ വയസ്സിലോ 65ാമത്തെ വയസ്സിലോ റിട്ടയർ ചെയ്യുമ്പോൾ അതുവരെ നിങ്ങൾ ജീവിച്ചിരുന്നാൽ നിങ്ങൾ മരിക്കുന്നിടം വരെ മാസം ഒരു തുക നിങ്ങൾക്ക് ജീവിക്കാനായി ലഭിക്കും. എത്രയാണ് നിങ്ങൾ നൽകേണ്ടത്? നിലവിലെ നിയമം അനുസരിച്ച് $90,000 വാർഷിക വരുമാനമുള്ള തൊഴിലാളികൾ തങ്ങളുടെ വരുമാനത്തിന്റെ 7.65% സോഷ്യൽ സെക്യൂരിറ്റിക്കും മെഡിക്കെയറിനുമായി, 6.2% സോഷ്യൽ സെക്യൂരിറ്റിക്കും 1.45% മെഡിക്കെയറിനും നൽകണം. ഇനി നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നികുതി നിരക്ക് ഇരട്ടിയാണ്. നിങ്ങളുടെ പേറോൾ ടാക്സ് 15.3%. തൊഴിലുടമയായും തൊഴിലാളിയായും നിങ്ങൾ നികുതി നൽകണം. യുഎസിൽ 150 മില്യൺ ആളുകൾ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് പണം നൽകുന്നുണ്ടെന്ന് കരുതിയാൽ തന്നെ എത്ര വലിയ തുകയാണ് ഓരോ മാസവും ഈ സോഷ്യൽ സെക്യൂരിറ്റി ട്രസ്റ്റ് ഫണ്ടിലേക്ക് പോകുന്നത്. ട്രസ്റ്റ് ഫണ്ടാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെ ഒരു വിശ്വാസമില്ല ഫണ്ട് മാത്രമേയുള്ളൂ. രാഷ്ട്രീയക്കാർ അതിനെ ഫണ്ടായി മാത്രമേ കാണാറുള്ളൂ താനും. ശരിക്കും ഇതൊരു തമാശയാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു ഫണ്ട് നിലവിലില്ല. സേവിങ്സ് അക്കൗണ്ട് ഇല്ല, സിഡികളില്ല, ഒന്നുമില്ല. പകരം US ഗവൺമെന്റിന്റെ പൊടിപിടിച്ച ചില IOUകൾ മാത്രമുണ്ട്. കറങ്ങുന്ന വരുമാനവാതിൽ. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിയിലെയും മെഡിക്കെയറിന്റെയും പേരിൽ ഗവൺമെന്റ് വാങ്ങുന്ന പണം ഇവിടെ പോകുന്നു. അത് സോഷ്യൽ സെക്യൂരിറ്റിക്ക് അർഹരായ റിട്ടയർ ചെയ്തവർ, അതിജീവിച്ചവർ, വൈകല്യമുള്ളവർ എന്നിവർക്ക് നൽകുന്നു. ബാക്കിയുള്ള തുക ജനറൽ ബഡ്ജറ്റിലേക്ക് പോകുന്നു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ആ തുക റോഡുകൾക്കും $20 മില്യൺ പരാജയപ്പെട്ട ആന്റി ഡ്രഗ് മീഡിയ ക്യാമ്പയിനുമായി ഉപയോഗിക്കുന്നു. ഇത്തരം ക്യാമ്പയിനുകൾ കൊണ്ട് അനധികൃത മയക്കുമരുന്ന് ഉപയോഗത്തിൽ യാതൊരു സ്വാധീനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ലെന്ന് ഗവൺമെന്റ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ US ഗവൺമെന്റ് പുതിയ നിക്ഷേപകരുടെ പണം നേരത്തെ നിക്ഷേപിച്ചവർക്ക് തിരികെ നൽകാൻ ഉപയോഗിക്കുകയും ബാക്കി ദൂർത്തടിക്കുകയും ചെയ്യുന്നു. ഇതൊരു ലീഗൽ പിരമിഡാണ്. എന്നാൽ കാർലോ പോൺസി ചെയ്തപ്പോൾ അത് നിയമവിരുദ്ധമായി. ഇതിന്റെ ഭയാനകമായ വശം എന്തെന്നാൽ 1935 ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് അർഹനാകുന്നത് 35 പേരിൽ ഒരാളായിരുന്നു. അന്ന് ജീവിത ദൈർഘ്യം 60 വയസ്സായിരുന്നു. 2026ലും പദ്ധതി തുടരുമ്പോൾ പേറോൾ ടാക്സ് നൽകുന്നവരിൽ 2 പേരിൽ ഒരാൾ വീതം ഇതിന് അർഹരാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ജീവിത ദൈർഘ്യം 80 വയസ്സാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സൃഷ്ടിപരമായി ഒന്നും ചെയ്യുന്നില്ല. പകരം മുദ്രാവാക്യം മുഴക്കുകയും ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. റോം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു. 40 വയസ്സിൽ താഴെയാണോ? അഭിനന്ദനങ്ങൾ, നിങ്ങൾക്കൊരു ചെക്ക് ലഭിക്കും. നിലവിൽ ഗവൺമെന്റ് തങ്ങളുടെ പോൺസി സ്കീം പതിപ്പിൽ ഓകെയാണ്. കാരണം 1946നും 1960നും ഇടയിൽ ബേബി ബൂം എന്ന പേരിൽ 76 മില്യൺ കുട്ടികളാണ് പിറന്നത്.
ഈ കുട്ടികളെല്ലാം വലുതായി തങ്ങളുടെ തൊഴിൽ കാലയളവിൽ പേറോൾ ടാക്സ് നൽകുന്നതിനാൽ നിലവിലുള്ളവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ലഭിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ ഈ ബേബി ബൂമർമാർ സോഷ്യൽ സെക്യൂരിറ്റി സ്വീകരിച്ച് തുടങ്ങുമ്പോഴത്തെ അവസ്ഥയെന്താകും? 2008 മുതൽ ഇതാരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ഈ ബൂമർമാർക്ക് നൽകാനാവശ്യമായ പണമില്ലാതെ വരും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബൂമിനു പിന്നാലെ ബേബി ബസ്റ്റും സംഭവിച്ചു. അതായത് ബേബി ബൂമിലെ പോലെ അത്രയും എണ്ണം കുട്ടികൾ പിന്നീടൊരിക്കലും ജനിച്ചില്ല. നിലവിൽ നികുതി നൽകുന്നവരെക്കാൾ വളരെ കുറച്ചു പേർ മാത്രമാണ് നികുതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ബിസിനസ് ഭാഷയിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. പണം തീർന്നാലും മാസങ്ങൾ ബാക്കി കിടക്കുന്ന അവസ്ഥ. നിങ്ങൾക്കറിയാമോ, 1990കളിൽ 30 വയസ്സ് തികഞ്ഞ ഒരു പുരുഷൻ അയാൾ വാങ്ങുന്നതിലും $2 ലക്ഷം അധികം സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് നൽകുന്നുണ്ടെന്ന്. വസ്തുതയെന്തെന്നാൽ 70% അമേരിക്കക്കാരും ആദായ നികുതിയേക്കാൾ കൂടുതൽ തുക ഫീക, എസ് ആൻഡ് മെഡിക്കെയർ ഇലേക്ക് നൽകുന്നുണ്ട്. നമുക്കൊരു തട്ടിപ്പും പദ്ധതിയും എന്താണെന്ന് നോക്കാം. ആദ്യഘട്ട ബേബി ബൂമർമാർക്ക് പണം ലഭിച്ചു തുടങ്ങുകയും ബാക്കിയൊന്നും ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കളും ചെറുമക്കളും വൃദ്ധർക്ക് ഗോൾഫ് കളിക്കാനും മീൻ പിടിക്കാനുമായി ഓവർടൈം ജോലിയെടുക്കേണ്ടിവരുന്നു. ഇനി ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിലവിലെ തലമുറ നികുതി നൽകിത്തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാം. എയർപ്ലെയിൻ ഗെയിം തകർച്ചയെന്ന് പറയുന്നത് പറന്നുപോകുന്ന പ്ലെയിൻ ഒരു ടോയ്ലറ്റിന് മുകളിലേക്ക് തകർന്നു വീഴുന്നത് പോലെയാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ തകർച്ച ഒരു രാജ്യം മുഴുവൻ ഇല്ലാതാക്കും. ഇനി നിങ്ങൾ പറയൂ, ഈ പിരമിഡിൽ മൂല്യം താഴെ തട്ടിലേക്ക് വരുന്നുണ്ടോ? തീർച്ചയായും അത് പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ചില്ലറയായും അനാകർഷകമായും അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാർലോ പോൺസിയുടെ പദ്ധതി തന്നെയല്ലേ ഇത്? മുകളിലുള്ളവർക്ക് മാത്രം നൽകുന്നു. നിയമപരമായും നിയമവിരുദ്ധമായതുമായ എല്ലാ പിരമിഡ് പദ്ധതികളുടെയും അന്തസ്സത എന്ന് പറയുന്നത് മുകളിലുള്ള വ്യക്തികൾ സമ്പന്നരാവുകയും താഴെ തട്ടിലുള്ളവർക്ക് എല്ലാം നഷ്ടമാവുകയും ചെയ്യുന്നു. കമ്പനികളുടെ ഓഹരിവില മൂക്കുംകുത്തി വീഴുമ്പോഴും ശമ്പളവും ആനുകൂല്യങ്ങളുമായി ദശലക്ഷക്കണക്കിന് ഡോളർ കൈപ്പറ്റുന്ന കോർപ്പറേറ്റ് സിഇഒമാരെ പോലെയാണ് ഇത്. ഉദാഹരണത്തിന്, ഓറാക്കിളിന്റെ ഓഹരിവില 65 ഇടിഞ്ഞപ്പോഴും കമ്പനിയുടെ സിഇഒ ആയിരുന്ന ലാരി എല്ലിസൺ ഏകദേശം $800 മില്യൺ ശമ്പളമായി കൈപ്പറ്റിയിരുന്നത്. ഓറാക്കിളിലെ ആയിരക്കണക്കിന് വിധേയരായ തൊഴിലാളികൾക്ക് ശമ്പളം കുടിശ്ശികയാവുകയും 10,000കണക്കിന് ഓഹരിയുടമകൾക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തപ്പോൾ എല്ലിസൺ ചെയ്തത് $125 മില്യൺ മുടക്കി 550 അടി വലുപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആഡംബര ബോട്ട് വാങ്ങുകയായിരുന്നു. കോർപ്പറേറ്റ് പിരമിഡിന്റെ തലപ്പത്തിരിക്കുന്ന ഇവർ പണമുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റത്തിൽ കുറഞ്ഞൊന്നുമല്ലെന്ന് തെളിവോടുകൂടി പിടിക്കപ്പെടുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. എൻറോണിന്റെ ആൻഡ്രൂ ഫാസ്റ്റോവും വേൾഡ് കോമിന്റെ ബേർണി എബേഴ്സും വർഷങ്ങളോളം ചക്കരക്കുടത്തിൽ കൈയിട്ടിരുന്നവരാണ്. ഐടി വ്യവസായ തകർച്ചയ്ക്ക് തൊട്ടുമുൻപാണ് ഇരുവരും പിടിക്കപ്പെടുന്നത്. രണ്ടുപേരും അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകൾക്ക് പിടിക്കപ്പെട്ടവരാണ്. ഇവരുടെ അത്യാഗ്രഹം കമ്പനിയെ പാപ്പരത്വത്തിലേക്ക് നയിക്കുകയും ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും പെൻഷൻ ഇല്ലാതാവുകയും ചെയ്തു. മില്യൺ കണക്കിന് ഡോളറുകളാണ് തൂത്തെറിയപ്പെട്ടത്. ശിക്ഷ കേട്ട് ഫാസ്റ്റോവ് കരഞ്ഞു. പോൺസിക്ക് ശേഷമുള്ള ഈ തട്ടിപ്പുകാർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് നാണമില്ലേ? അതേസമയം മറ്റ് കമ്പനികളുടെ തലപ്പത്തുള്ളവർ ഫാസ്റ്റോവിനെയും എബേഴ്സിനെയും പോലെ വമ്പൻ തുക കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിയമപരമായി ഇത്തരം പണം കൈപ്പറ്റാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ അവർ ബദ്ധശ്രദ്ധരാണ്. ഭീമൻ ശമ്പളവും പല വിധത്തിലുള്ള ഓഹരി ഓപ്ഷനുകളുമായി അവർ അങ്ങനെ തുടരുന്നു. 1980 ശേഷം ഒരു ശരാശരി സിഇഒയുടെ ശമ്പളത്തിൽ 442% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതേ കാലയളവിൽ ഒരു ശരാശരി തൊഴിലാളിയുടെ ശമ്പള വർധനവ് വെറും 2% മാത്രമാണ്. ഒരു ഫോർച്യൂൺ 100 കമ്പനിയുടെ സിഇഒ പ്രതിവർഷം ശരാശരി $15 മില്യൺ കൈപ്പറ്റുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് പ്രതിവർഷം ലഭിക്കുന്നത് ശരാശരി $30,000 സിഇഒയുടേതിന് സമാനമായ വർധനവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഒരു വർഷം $30,000 പകരം $1,64,000 നേടാനാകുമായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ സിഇഒമാരുടെ ശമ്പളം നിയന്ത്രണാതീതമാണ്. ഒരിക്കൽ ബിസിനസ് ഫോർച്യൂൺ മാസിക അവരുടെ കവറിൽ സിഇഒമാരുടെ ശമ്പളം, ഇവർക്ക് നാണമില്ലേ എന്ന തലക്കെട്ടിൽ സ്യൂട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പന്നിയുടെ ചിത്രവും വെച്ച് ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരുന്നു. അമേരിക്കൻ സിഇഒമാരാണ് ഈ വ്യവസ്ഥ ഏറ്റവുമധികം ദുരുപയോഗം ചെയ്യുന്നത്. കനേഡിയൻ സിഇഒമാരെക്കാൾ 2 ഇരട്ടി കൂടുതലാണ് അമേരിക്കൻ സിഇഒമാരുടെ ശമ്പളം. ബ്രിട്ടീഷ് സിഇഒമാരെക്കാൾ 3 ഇരട്ടിയും ജർമ്മൻ സിഇഒമാരെക്കാൾ 4 ഇരട്ടിയും ശമ്പളം ഇവർ കൂടുതൽ വാങ്ങുന്നു. നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നില്ല? ഒരു സിഇഒ ആകുന്നത് നല്ലതാണ്. നിങ്ങളൊരു സിഇഒ ആണെങ്കിൽ നിങ്ങൾ പരാജയമാണെങ്കിലും ശമ്പളം ലഭിക്കും എന്നതാണ് വസ്തുത. ഡിസ്മിയുടെ മുൻ തലവനായ മൈക്കൽ ഈസ്റ്റർ ഇത്തരത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ച് അമിത ശമ്പളം വാങ്ങിയ സിഇഒമാരിൽ പ്രധാനിയാണ്. ഈസ്റ്റർ ഡിസ്മിയെ നയിച്ച 10 വർഷക്കാലം കൊണ്ട് കമ്പനിയുടെ ഓഹരിയിൽ 1.9% നേട്ടം മാത്രമാണ് ഉണ്ടായത്. ഇക്കാലയളവിൽ ഫോർച്യൂൺ 500 കമ്പനികൾ ശരാശരി 9.1% നേട്ടം കരസ്ഥമാക്കിയെന്ന് അറിയുമ്പോഴാണ് ഈസ്മറുടെ പരാജയം വ്യക്തമാകുന്നത്.
തന്റെ മോശം പ്രകടനത്തിന് ഈസ്മർക്ക് കിട്ടിയതോ മൊത്തം $950 മില്യൺ. അതായത് അദ്ദേഹം കമ്പനിയെ നയിച്ച 500 ആഴ്ചകളിൽ ഓരോ ആഴ്ചയും $2 മില്യൺ വീതം. ഇതുകൂടാതെ ഇത്തരം വമ്പൻ എക്സിക്യൂട്ടീവുകൾക്ക് കോമ്പൻസേഷൻ പാക്കേജുകളായി കമ്പനിയുടെ ഓഹരിയും നൽകാറുണ്ട്. ഇതിന്റെ പ്രശ്നം എന്തെന്നാൽ ഇത്തരത്തിൽ ടോപ്പ് മാനേജർമാർക്ക് ഓഹരികൾ നൽകുന്നതിൽ യാതൊരുവിധ ചെലവുമില്ലെന്ന് യുഎസ് കോൺഗ്രസ് നിയമം പാസാക്കിയിട്ടുണ്ട്. അതിനർത്ഥം ഭീമൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ബില്യൺ കണക്കിന് മൂല്യമുള്ള ദശലക്ഷക്കണക്കിന് ഓഹരികൾ ഓഹരിയുടമകളെയോ മറ്റാരെയുമോ ആശ്രയിക്കാതെ നൽകാവുന്നതാണ്. അവസാനം ഞാൻ നോക്കുമ്പോൾ ഫോർച്യൂൺ 500 കമ്പനികളിൽ 100 മില്യണിലധികം സ്റ്റോക്ക് ഓപ്ഷൻ സ്വീകരിച്ച 30ലധികം സിഇഒമാരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിവർഷം അവർക്ക് ലഭിക്കുന്ന മൾട്ടിമില്യൺ ശമ്പളത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗം അതാണ്. യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിന്റെ സിഇഒ ആയ വില്യം ഡബ്ല്യു മഗ്ഗെയറാണ് ഇതിലെ ഭീമൻ. $1.6 ബില്യൺ കൂടുതലാണ് അദ്ദേഹം കമ്പനി ഓഹരിയായി കൈപ്പറ്റിയത്. ഒരു കോർണർ ഓഫീസിലെ വലിയ നേതാവായി ഇരിക്കുന്നതൊരു വലിയ കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? പിരമിഡിന്റെ താഴെ തട്ടിലുള്ള ആളുകൾക്കുണ്ടാകുന്ന നഷ്ടമെന്താണ്? ഓഹരിയുടമകളുടെ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ബില്യൺ കണക്കിന് ഡോളറുകൾ പിരമിഡിന് മുകൾത്തട്ടിലുള്ള എക്സിക്യൂട്ടീവുകളിലേക്ക് എത്തുന്നു. മാത്രമല്ല ഇത് പൂർണ്ണമായും നിയമവിധേയമാണ്. അതേപോലെ ഈ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ സിഇഒമാരുടെ ശമ്പളം നിശ്ചയിക്കുന്നതാരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലെ പ്രധാന വാക്ക് ആരുടേതാണെന്ന് ഊഹിക്കാമോ? സിഇഒയുടേത് തന്നെ. പക്ഷേ അത് ബിസിനസ്സാണ്, അല്ലാതെ വ്യക്തിപരമല്ല. ഗവൺമെന്റിന്റെ ബിസിനസ് പോലെ തന്നെ. പ്രകടനത്തിന് കാശ്. തലമുറകൾക്ക് വേണ്ടി. അമേരിക്ക എന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തെ നഷ്ടത്തിൽ നടത്തിക്കൊണ്ടു പോകുന്ന കോൺഗ്രസ് നേതാക്കൾക്കും സെനറ്റർമാർക്കും ശമ്പളവർദ്ധനവ് നൽകുന്നതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ബില്യൺ കണക്കിനല്ല, ട്രില്യൺ കണക്കിന് ഡോളറുകളാണ് ഇതിനായി വേണ്ടിവരുന്നത്. അതിനുശേഷം ഭരണകാലയളവ് കഴിഞ്ഞാലും തങ്ങൾക്ക് ജീവിക്കാനുള്ള ഭീമമായ പെൻഷൻ പദ്ധതികൾ അവർ തന്നെയുണ്ടാക്കുന്നു. ഒരൊറ്റ ടൈമിലേക്ക് കോൺഗ്രസിലെത്തിയുള്ളെങ്കിലും അവർക്ക് ഈ ഭീമമായ തുക ലഭിക്കുന്നു. രാഷ്ട്രീയക്കാരെക്കുറിച്ച് മോശം ധാരണയുണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്തെ ഒരു ഓഹരിയുടമയാണ്. നാമെല്ലാവരും അങ്ങനെ തന്നെ. നിങ്ങളുടെ ഗവൺമെന്റിലെ എക്സിക്യൂട്ടീവുകളുടെയും മാനേജർമാരുടെയും പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വ്യക്തികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണെന്നത് മറക്കാതിരിക്കുക. ഒപ്പം മിലിട്ടറിക്ക് വേണ്ടി $650 ചുറ്റികയും $6000 കക്കൂസും നൽകിയതും ഇവരാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇതൊന്നും അവരുടെ പണമല്ല, അവരുടെ പ്രശ്നവുമല്ല. നമ്മൾ പണം ചൊരിയുന്നു. രാഷ്ട്രീയക്കാർ ഇതിനെ വരുമാനമെന്നും നാം അതിന് നികുതിയെന്നും വിളിക്കുന്നു. നല്ലൊരു ശതമാനം IRSലേക്ക് ഒഴുകുമ്പോൾ പകരം രാഷ്ട്രീയക്കാർ പാവപ്പെട്ട വീടുകളിലേക്ക് പണം ചെലവാക്കുന്നു. എന്തുകൊണ്ട് പറ്റില്ല? അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് വരെ അവർ ഇതിന് ഉത്തരവാദികളല്ല. ശരിയല്ലേ? ഒരിക്കൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിരീക്ഷിച്ചത് ഇവിടെ പ്രസക്തമാണ്. അടുത്ത കാലത്തായി വാഷിംഗ്ടൺ ബജറ്റ് കമ്മിയുമായി ഗുസ്തി പിടിക്കുന്നത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മദ്യപാനശീലവുമായി മദ്യപിച്ചുകൊണ്ട് ഗുസ്തി പിടിക്കുന്നവരെയാണ്. അമേരിക്കയെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താലോ? ആഗോള മത്സരക്ഷമതയുടെ കാര്യത്തിൽ നൈജീരിയ, പെറു, ഉഗാണ്ട, വെനിസ്വേല, വിയറ്റ്നാം എന്നിവയുടെ പിറകിൽ 6ാമതായിട്ടാണ് യുഎസിനെ വേൾഡ് എക്കണോമിക് ഫോറം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ നടപടിയെടുക്കാൻ മടിക്കുന്ന ഭീമൻ ബജറ്റ് കമ്മിയും വർദ്ധിച്ചുവരുന്ന സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ പ്രതിസന്ധിയുമാണ് ഇതിന് കാരണം. കോർപ്പറേറ്റ് ക്ഷേമം ഒരു ദേശീയ നാണക്കേട്. ഗവൺമെന്റ് പിന്തുണയോടെയുള്ള കോർപ്പറേറ്റ് ക്ഷേമത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? പണം പിരമിഡിന് മുകളിലേക്ക് പോവുകയും അതിനനുസരിച്ച് മൂല്യം താഴേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? കൊള്ളയടിക്കപ്പെടുന്ന അമേരിക്കൻ ജനതയെക്കുറിച്ച് സംസാരിക്കാം. ഫെഡറൽ കോർപ്പറേറ്റ് വെൽഫെയർ പദ്ധതികൾ അമേരിക്കൻ നികുതിദായകർക്ക് പ്രതിവർഷം $150 ബില്യൺ ബാധ്യത വരുത്തിവെക്കുമ്പോൾ ഫെഡറൽ കമ്മി നിയന്ത്രണാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികളുടെ ഭാരം 50% കുറക്കുന്ന വെൽഫെയർ നിയമം കോൺഗ്രസ് പാസാക്കിയപ്പോൾ എല്ലാവരും കൈയടിച്ചു. എന്നാൽ വമ്പൻ കോർപ്പറേഷനുകൾക്കുള്ള ഇളവുകളും ഗ്രാന്റുകളുമടങ്ങുന്ന കോർപ്പറേറ്റ് വെൽഫെയർ വർഷം $150 ബില്യൺ വർദ്ധിച്ചു. ഇത് വെട്ടിക്കുറച്ചാൽ തന്നെ ഫെഡറൽ കമ്മി 50% കുറയ്ക്കാൻ സാധിക്കും. നികുതി ഫണ്ടിലൂടെ ഇത്തരത്തിൽ തീറ്റിപ്പോറ്റുന്നവർ തന്നെയാണ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളും. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷികോൽപ്പന്ന വിതരണക്കാരനായ ആർച്ചർ ഡാനിയൽസ് മിഡ്ലാൻഡ് 90കളുടെ മധ്യത്തിൽ എത്നോളിനുള്ള സബ്സിഡിയിലൂടെ നേടിയെടുത്തത് $3 ബില്യൺ. അതേസമയം എത്നോളിന്റെ വില റെക്കോർഡ് ഉയരത്തിലെത്തുകയും ADM വൻ ലാഭമുണ്ടാക്കുകയും ചെയ്തു. ഇക്കാലയളവിലും ADMനുള്ള കോർപ്പറേറ്റ് ഫെയറായ ടാക്സ് ബ്രേക്ക് തുടരുകയും ചെയ്തു. കഥകൾ ഇനിയുമുണ്ട്. കോർപ്പറേറ്റ് വെൽഫെയറിന്റെ മറ്റൊരു ഉദാഹരണമിതാ. ലോകത്തിലെ ഏറ്റവും വലിയതും ലാഭകരവുമായി പ്രവർത്തിക്കുന്ന കമ്പനികളിലൊന്നായ വാൾമർട്ട് 1990കളുടെ മധ്യത്തിൽ സംസ്ഥാനങ്ങളിലെ 240 ലൊക്കേഷനുകളിലായി തങ്ങളുടെ സ്റ്റോറുകളും ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളും ആരംഭിക്കാനായി ഇളവുകൾ, നികുതി ബ്രേക്കുകൾ, സൌജന്യസ്ഥലം, ക്യാഷ് ഗ്രാന്റുകൾ എന്നിവയായി സ്വീകരിച്ചത് $1 ബില്യൺ. പ്രതിവർഷം $10 ബില്യൺ ലാഭമുള്ള ഒരു കമ്പനി നികുതിദായകരുടെ പണം ഇങ്ങനെ കവരുന്നത് വിവാദമല്ലേ?
എന്തിനാണ് യുഎസ് ഗവൺമെന്റ് പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും പിഴിഞ്ഞ് റെക്കോർഡ് ലാഭമുണ്ടാക്കുന്ന ഫോർച്യൂൺ 500 കമ്പനികൾക്ക് ഇളവുകൾ നൽകുന്നത്? ലോബിയിസ്റ്റുകളെ ഇടനിലക്കാരാക്കിക്കൊണ്ട് കോർപ്പറേഷനുകൾ തങ്ങളുടെ ലാഭത്തിന്റെ നല്ലൊരു പങ്കും രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അമേരിക്കൻ ഡ്രീം മോഷ്ടിക്കപ്പെടുകയായിരുന്നില്ല. അത് ഏറ്റവും ഉയർന്ന ലേലം വിളിച്ചയാൾക്ക് വിൽക്കുകയായിരുന്നു. തോക്കിന് പകരം രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് നടത്തുന്ന കൊള്ളയാണിത്. ചിലപ്പോൾ പോൺസി പോലും താൻ കണ്ടുപിടിച്ച തട്ടിപ്പ് ഇത്ര വലിയ ദ്രോഹമായി മാറുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. ന്യായരഹിതമായ നികുതി അടക്കുമ്പോൾ പലരും മാസശമ്പളം കൊണ്ട് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുമ്പോൾ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ആദായനികുതി നൽകേണ്ടി വരികയും എന്നാൽ ബില്യൺ കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കുന്ന കോർപ്പറേഷനുകൾ കുറച്ച് നികുതി നൽകേണ്ടി വരികയും ചെയ്യുന്നത് നീതിയുക്തമാണോ? നീതിയല്ല, വസ്തുതയാണ്. 1950കളിൽ ഫെഡറൽ വരുമാനത്തിന്റെ 28% കോർപ്പറേറ്റ് നികുതിയിൽ നിന്നായിരുന്നു എങ്കിൽ ഇന്ന് ഫെഡറൽ നികുതി വരുമാനത്തിന്റെ വെറും 7% മാത്രമാണ് കോർപ്പറേറ്റ് വരുമാനം. ആരാണ് ഈ വിടവ് നികത്തേണ്ടത്? നിങ്ങളും ഞാനുമൊക്കെ അടങ്ങുന്ന വ്യക്തിഗത നികുതിദായകർ. അതേസമയം കോർപ്പറേറ്റ് ഭീമന്മാർ കൂടുതൽ ഓഹരി സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് പരസ്പരം അനുമോദിക്കുന്നു. യുഎസ് ഗവൺമെന്റ് ഒരു ലീഗൽ പിരമിഡ് സ്കീമാണോ? അല്ലെന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എന്നാൽ വസ്തുതകളിലേക്ക് നോക്കിയാൽ വാഷിംഗ്ടണിലെ നമ്മുടെ നേതാക്കൾ $5 ട്രില്യൺ ദേശീയ കടത്തിന് മുകളിലിരുന്ന് വമ്പൻ കോർപ്പറേഷനുകൾക്ക് കുറച്ച് നികുതിയടക്കാൻ സാധിക്കുന്ന വിധത്തിൽ ലൂപ്പ് ഹോളുകളടങ്ങിയ നിയമങ്ങൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ വ്യക്തിഗത നികുതിദായകരിൽ നിന്ന് നികുതി ഈടാക്കാനായി IRS 24% കമ്മീഷനിൽ പുറമേ നിന്നുള്ള ഏജൻസികൾക്ക് കരാർ നൽകാനുള്ള അധികാരം നൽകുന്നു. കോർപ്പറേറ്റ് തടിയൻ പൂച്ചകൾ മാട്ടിന് നുണയുമ്പോൾ IRS സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. പുതിയ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ രാഷ്ട്രപിതാക്കന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതായിരുന്നോ? അല്ലെന്ന് ഞാൻ കരുതുന്നു. IRSനെ കുറിച്ച് പറഞ്ഞാൽ മത്സരക്ഷമതയില്ലായ്മയും ചുവപ്പ് നാടുകളും കൊണ്ട് അത് ശ്വാസം മുട്ടുകയാണ്. അടുത്തിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം മാറ്റുന്നതിനായി IRS $8 ബില്യൺ ചിലവഴിക്കുകയുണ്ടായി. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ആ പണത്തിന് നമുക്ക് ലഭിച്ചത് യഥാർത്ഥ ലോകത്ത് പ്രവർത്തിക്കാത്ത സംവിധാനം എന്നായിരുന്നു. തെളിവ് ഇതാ. ഓരോ വർഷവും IRS 30 മില്യൺ നികുതിപിഴ ഒടുക്കാനുള്ള നോട്ടീസാണ് അയക്കാറുള്ളത്. അവരുടെ തന്നെ അഭിപ്രായത്തിൽ അതിൽ 50% തെറ്റാണ്. വർഷാവസാനമുള്ള ഓഡിറ്റിൽ തങ്ങളുടെ വരുമാനത്തിന്റെ 64% കണക്കുകൾ പോലും കൈയിലില്ലാത്തത്ര മത്സരക്ഷമതയില്ലാത്ത ഒരു ഏജൻസിയാണ് ഇത്. ഒരു പിരമിഡ് സ്കീമിനേക്കാൾ മോശമാണ് IRS. ചുരുങ്ങിയത് പോൺസിക്ക് എങ്കിലും താൻ എത്ര പണം മോഷ്ടിച്ചു എന്നതിന്റെ കണക്ക് അറിയാം. യഥാർത്ഥ അമേരിക്കൻ ഡ്രീമിനെ കുറിച്ച് ലോട്ടറി അടിക്കുക നാം എപ്പോഴും ആലോചിക്കാറുള്ളതല്ലേ? അതെ. രാജ്യത്താകമാനം ആഴ്ചയിൽ നറുക്കെടുക്കുന്ന 40 സ്റ്റേറ്റ് ലോട്ടറികളിലൂടെ നിരവധി ലക്ഷാധിപതികൾ ഓരോ മാസവും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാസിനോകളേക്കാൾ വരുമാനമുണ്ടാക്കുന്ന നിയമപരമായ ചൂതാട്ടമാണിത്. ഗവൺമെന്റാണ് ഇത് നടത്തുന്നത്. അമേരിക്കക്കാർ സ്റ്റേറ്റ് ലോട്ടറികൾക്കായി പ്രതിവർഷം $45 ബില്യൺ ചെലവാക്കുന്നത്. പകുതിയിലധികം അമേരിക്കക്കാർ പതിവായി ലോട്ടറി എടുക്കുന്നു. ഇവരിൽ പലരും ടിക്കറ്റിനായി പ്രതിവർഷം $55 ചെലവാക്കുന്നു. പുസ്തകത്തിനും സിനിമക്കുമായി ചെലവാക്കുന്നതിനേക്കാൾ കൂടിയ തുകയാണിത്. ഇനി ആരാണ് ലോട്ടറി എടുക്കുന്നതെന്ന് നോക്കൂ. ആരാണ് കളിക്കുന്നത്? ലോട്ടറി എടുക്കാൻ പോലും താങ്ങാൻ കഴിവില്ലാത്തവർ. ഭ്രാന്താണ് എന്ന് തോന്നുന്നില്ലേ? ഒരു ലോട്ടറി എടുക്കുന്നതിനേക്കാൾ 2 ഇരട്ടി സാധ്യത നിങ്ങൾക്ക് മിന്നലേൽക്കാനുണ്ടെന്നറിയാമോ? ശരിക്കും ആരാണിവിടെ വിജയിക്കുന്നത്? ഒരിക്കൽ കൂടി ഗവൺമെന്റ് ബ്യൂറോക്രാറ്റുകളും അഡ്മിനിസ്ട്രേറ്റർമാരും. മുകൾത്തട്ടിലെ തടിയൻ പൂച്ചകൾ. ബാക്കിയെല്ലാവർക്കും നഷ്ടം മാത്രം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇത് തന്നെയല്ലേ നിയമവിരുദ്ധ പിരമിഡ് സ്കീമുകളുടെ നിർവചനവും? പോൺസി ചെയ്തതുപോലെ അവർ ആഡംബരത്തിനായിട്ടാണോ പണം ചെലവഴിക്കുന്നത്? ഇത് നിയമവിരുദ്ധമാകുന്നത് ഗവൺമെന്റ് നടത്തുന്നതിനാലാണ്. മാത്രമല്ല ഇതിൽ നിന്നുള്ള പണം റോഡും പൊതുവിദ്യാലയങ്ങളുമൊക്കെ പണിയാനാണ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? ശരിക്കും ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? യഥാർത്ഥത്തിൽ ഇതിന്റെ മൂല്യം ഏത് ദിശയിലേക്കാണ് പോകുന്നത്? നിങ്ങളുടെയും എന്റെയും നേർക്കല്ലെന്ന് ഉറപ്പാണ്. ഇതിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട 2 വിശുദ്ധ പശുക്കളെക്കുറിച്ച് പറയാൻ മറന്നു. ചാരിറ്റിയും വിദ്യാഭ്യാസവും. ചാരിറ്റി എന്നാൽ നമുക്ക് വിശ്വാസമുള്ള ലാഭേതര സംഘടനകളോട് ചേർന്ന് നന്മ ചെയ്യാനുള്ള അവസരം എന്നല്ലേ? എന്നാൽ തെറ്റാണ്. എനിക്കും നിങ്ങൾക്കും മാത്രമാണ് അത് ലാഭേതരമാകുന്നത്. പലപ്പോഴും അത് നടത്തുന്ന ഹിപ്പോക്രാറ്റുകൾക്ക് വലിയ ലാഭമാണ് ഉണ്ടാകുന്നത്. യുണൈറ്റഡ് വേ എന്ന ചാരിറ്റി സ്ഥാപനത്തിന്റെ മുൻ ഡയറക്ടറുടെ ശമ്പളം പ്രതിവർഷം $4,63,000 ആയിരുന്നു. ഒപ്പം ബിസിനസ് ആവശ്യങ്ങൾക്കായി ലാസ് വാഗാസിലേക്ക് 10 ഫ്രീ ട്രിപ്പും. ബോയ് സ്കൌട്ട് അമേരിക്ക അടക്കമുള്ള 83 വ്യത്യസ്ത ലാഭേതര സംഘടനകൾ അവരുടെ ഡയറക്ടർമാർക്ക് പ്രതിവർഷം $20,000 വീതം നൽകുന്നുണ്ട്. പല സന്നദ്ധ സംഘടനകളും തങ്ങളുടെ വരുമാനത്തിന്റെ 5% മാത്രമാണ് ഇത്തരത്തിൽ ഇരകളെ സഹായിക്കാനായി ഉപയോഗിക്കാറുള്ളത്. ബാക്കി 95% ശമ്പളം, മറ്റ് ചെലവുകൾ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർമാരുടെയും ഡയറക്ടർമാരുടെയും റിട്ടയർമെന്റ് പാക്കേജുകൾ എന്നിവയടക്കമുള്ള ചെലവുകളാണ്. നിങ്ങൾ കരുതുന്നതോ നൽകുന്ന എല്ലാ പണവും കുട്ടികൾക്കും ക്യാൻസർ പഠനത്തിനുമായി പോകുന്നു എന്നല്ലേ? അല്ല. കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിലും രസമാണ്.
അവരതിനെ ഉന്നത വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നു. പക്ഷേ ചെലവ് മാത്രമാണ് ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്നത്. ഒരു നല്ല ജോലി പോലും ഉറപ്പു നൽകാനാകാത്ത ഒരു കഷ്ണം പേപ്പറിനു വേണ്ടി 4 വർഷത്തേക്ക് ഓരോ വർഷവും 40,000, 50,000, $60,000 നിങ്ങൾക്ക് വേറെവിടെ മുടക്കാൻ സാധിക്കും? കോളേജിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ഉടനെ ആർക്കാണ് മികച്ച ജോലി ലഭിച്ചിട്ടുള്ളത്? മികച്ച യൂണിവേഴ്സിറ്റികളിലെ ക്ലാസ്സിൽ മികച്ചതായിരുന്ന വളരെ ചുരുക്കം പേർ മാത്രമാണ് ഇത്തരത്തിൽ ലാഭമുണ്ടാക്കിയിട്ടുള്ളത്. എയർപ്ലെയിൻ ഗെയിം പോലെ തോന്നുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ കോളേജ് ചെലവുകൾ 3 ഇരട്ടിയായി വർദ്ധിച്ചു. പണപ്പെരുപ്പത്തേക്കാൾ 2 ഇരട്ടിയുടെ വർധനവ്. ഞാനിതെഴുമ്പോൾ ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ വായ്പാ കടം $19,000 USA ടുഡേയുടെ കണക്ക് അനുസരിച്ച് 20കളിലുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കോളേജിലേക്ക് അയക്കാൻ പ്രതിവർഷം $5,000 വീതം 18 വർഷം സമ്പാദിക്കണം. ഓർക്കാൻ കൂടി പേടിയാകുന്നു. പക്ഷേ മെഡിക്കൽ ചെലവുകളേക്കാൾ വേഗത്തിലാണ് കോളേജുകളിലെ ചെലവുയരുന്നത്. ഈ ട്യൂഷൻ ഫീസിന്റെ സിംഹഭാഗവും പോകുന്നത് കോഴ്സ് ഫാക്കൽറ്റികളുടെയും സ്റ്റാഫുകളുടെയും ശമ്പളത്തിനായിട്ടാണ്. ഈ ട്യൂഷൻ ഫീസുകളുടെ മുന്നിൽ 2 ഭാഗവും ജീവനക്കാരുടെ ശമ്പളമായിട്ടാണ് പോകുന്നത്. ഒരു മുഴുവൻ സമയ പ്രൊഫസർ പ്രതിവർഷം $80,000 സമ്പാദിക്കുന്നത്. ഇതോടൊപ്പം സൗജന്യ ഹെൽത്ത് ഇൻഷുറൻസും വമ്പൻ റിട്ടയർമെന്റ് പ്ലാനുകളും. ഇതോടൊപ്പം ടെക്സ്റ്റ് ബുക്ക് വിൽപ്പന, ബുക്ക് സ്റ്റോറിലെ വിൽപ്പന, കൺസൾട്ടിംഗ് ഫീസ്, പേറ്റന്റ് ഉത്പന്നങ്ങളുടെ റോയൽറ്റി, പ്രസംഗത്തിനുള്ള ഫീസ് തുടങ്ങിയ വിവിധ വഴികളിലൂടെ അധിക വരുമാനമുണ്ടാക്കുന്നു. ഒരു ക്ലാസ് പോലും എടുക്കാതെ പലയിടത്തും പ്രൊഫസർമാർക്ക് വേണ്ടി ഗ്രേഡ് സ്റ്റുഡന്റുകളാണ് ക്ലാസുകൾ എടുക്കുന്നത്. പ്രതിവർഷം $10 മില്യൺ വരെ സമ്പാദിക്കുന്ന പ്രൊഫസർമാരുണ്ട്. ഇതൊരു ലീഗൽ പിരമിഡാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിരമിഡിന് മുകളിലേക്ക് ധാരാളം പണമൊഴുകുന്നു. എന്നാൽ അതിന് തക്ക മൂല്യം താഴേക്ക് വരുന്നില്ല. വളരുന്ന ഒരു കമ്പനിയിൽ കോളേജ് ഡിഗ്രി മികച്ചൊരു തൊഴിൽ ഉറപ്പു നൽകണമെന്നല്ലേ? എന്നാൽ ഇപ്പോൾ അത് ഉറപ്പു നൽകുന്നത് നിങ്ങളുടെ പ്രാദേശിക സ്റ്റാർബക്സിലെ നൈറ്റ് ഷിഫ്റ്റ് ജോലിയാണ്. തോന്നലും യാഥാർത്ഥ്യവും. കോളേജിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ മികച്ച ഒരു ജോലി ലഭിക്കുമെന്നാണ് ഇപ്പോഴും പലരും കരുതുന്നത്. ഒരിക്കൽ പോലും അവർ യാഥാർത്ഥ്യമെന്തെന്ന് പരിശോധിക്കുന്നില്ല. മരിച്ച ശേഷം ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഒരാളുടെ കഥയാണ് ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവസന്നിധിയിലെത്തിയ അയാളോട് സ്വർഗം വേണോ നരകം വേണോ എന്ന് മാലാഖ ചോദിച്ചു. ഒരിക്കൽ തീരുമാനമെടുത്താൽ അത് മാറ്റാൻ സാധിക്കില്ല. അവസാന തീരുമാനമെടുക്കുന്നതിനു മുൻപ് തനിക്ക് 2 സ്ഥലങ്ങളും ഒന്ന് കാണാൻ സാധിക്കുമോ എന്നയാൾ മാലാഖയോട് ചോദിച്ചു. തീർച്ചയായും കാണിച്ചു തരാമെന്ന് മാലാഖ സമ്മതിച്ചു. ശേഷം മാലാഖ അയാളുമായി സ്വർഗത്തിലേക്ക് പോയി. അത് സുന്ദരമായിരുന്നു. എല്ലാവരും ചിരിച്ചുകൊണ്ട് സമാധാനമായി ഇരിക്കുന്നു. എല്ലാം വളരെ നന്നായി നടക്കുന്നു. അവിടെയുള്ള ആളുകൾ സന്തോഷവാന്മാരായിരുന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടെ നോക്കുകയും ചെയ്തു. ഇത് കൊള്ളാം, എന്നെ മറ്റേയിടം കൂടി കാണിക്കാമോ? മാലാഖ അയാളെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് അതിവിശിഷ്ടമായിരുന്നു. ഒരു വമ്പൻ പാർട്ടി. ആളുകൾ ഡാൻസ് ചെയ്യുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. മനക്ക് നിറക്കുന്ന സംഗീതം. അതിവിശിഷ്ടമായ ഭക്ഷണങ്ങളുടെ കലവറ തന്നെയായിരുന്നു അവിടം. എല്ലാവരും തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ആഘോഷങ്ങളായിരുന്നു അവിടെ. അയാളുടെ കണ്ണുകൾ മിഴിച്ചു. ഏത് തിരഞ്ഞെടുക്കുന്നു? മാലാഖ ചോദിച്ചു. ഇത് മതി, ഇത് മതി. അയാൾ ആവേശത്തോടെ അലറിവിളിച്ചു. എനിക്ക് നരകം മതി. ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ എന്ന് മാലാഖ വീണ്ടും ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്ക് നരകം മതിയെന്നുറപ്പാണോ? അതെ, എനിക്കിത് മതി. മാലാഖ ഒന്ന് കൈകൊട്ടിയപ്പോഴേക്കും പാട്ടും നൃത്തവുമൊക്കെ അപ്രത്യക്ഷമായി. താനൊരു തീകുണ്ടത്തിന് നടുവിലുള്ള തൂണിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അയാൾ കണ്ടെത്തി. തനിക്ക് ചുറ്റും ആളുകൾ നിറയൊഴിക്കാൻ കാത്തുനിൽക്കുന്നു. അയ്യോ, പാട്ടും നൃത്തവുമൊക്കെ എവിടെ? അയാൾ അടുത്തുണ്ടായിരുന്ന ഒരാത്മാവിനോട് ചോദിച്ചു. അത് മാർക്കറ്റിംഗ് പ്രസന്റേഷൻ ആയിരിക്കണം. യഥാർത്ഥ നരകം ഇതാണ്. അയാൾ മറുപടി പറഞ്ഞു. പ്രൊഫഷണൽ സ്റ്റുഡന്റിന്റെ കാലത്ത്. കഥയിലെ ഗുണപാഠം എന്താണ്? കാര്യങ്ങളെല്ലാം നാം കാണുന്ന പടി തന്നെ ആയിരിക്കണമെന്നില്ല. തങ്ങളുടെ മേഖലയിൽ തന്നെ ജോലി കണ്ടെത്താൻ സാധിക്കാതെ വീട്ടിലേക്ക് മടങ്ങിയ കോളേജ് ഗ്രാജുവേറ്റുകളോട് ചോദിച്ചാൽ മതി. ഇന്ന് കോളേജിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരിക എന്നത് നിയമമാണ്. അല്ലാതെ അത് പ്രതീക്ഷിക്കുന്നതല്ല. അതുകൊണ്ടാണ് അവരെ ബൂമറാങ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. വീണ്ടും കറങ്ങി അവർ വീട്ടിലേക്ക് തന്നെ തിരികെ എത്തുന്നു. കോളേജിൽ പോവുക, ഡിഗ്രി എടുക്കുക, അതിനുശേഷം അടുത്തത്, പിന്നെ വേറൊന്ന്. അങ്ങനെയാണ് കോളേജുകൾ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നിങ്ങളും ഞാനുമൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയാവുക. 1960കളിൽ ഞങ്ങൾ 9733 പേർ PhD എടുത്തപ്പോൾ ഇന്ന് 40,000-ത്തിലധികം ആളുകളാണ് ഒരു വർഷം PhD എടുക്കുന്നത്. ഇവരെല്ലാം എവിടേക്ക് പോകുന്നു? ബാക്കിയുള്ള കുട്ടികൾക്ക് എങ്ങനെ PhD എടുക്കണമെന്ന് പഠിപ്പിക്കാനായി തിരികെ കോളേജിലേക്ക് പോകുന്നു. ഇവിടെയാണ് യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടത്. അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. ജോലി സുരക്ഷയ്ക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുമായി നിങ്ങളൊരു BS ഡിഗ്രി നേടാനായി ശ്രമിക്കുമ്പോൾ BS എന്നതുകൊണ്ട് തിരികെ സ്കൂളിലേക്ക്, ബാക്ക് ടു സ്കൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്വപ്ന കടത്തിലേക്ക് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ. ഒരു ലീഗൽ പിരമിഡ് സ്കീം എങ്ങനെയാണ് അമേരിക്കൻ ഡ്രീം നിങ്ങളിൽ നിന്ന് കവരുകയും അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള നിങ്ങളുടെ അവസരം തട്ടിപ്പറിക്കുകയും ചെയ്യുന്നത്?
സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്നവരുടെ പട്ടിക ഒന്നുകൂടി നോക്കുക. വളരെ വേഗം പാപ്പരായി പോകാൻ സാധ്യതയുള്ള സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനം, ഭീമമായ സിഇഒ ശമ്പളവും കണക്കില്ലാത്ത ഓഹരി ഇടപാടുകളും. കോർപ്പറേറ്റ് നികുതികൾ വെട്ടിക്കുറക്കുകയും വ്യക്തിഗത നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കോർപ്പറേറ്റ് വെൽഫെയർ, ട്രില്യൺ കണക്കിന് ദേശീയ കടവും, ദീർഘകാല ശത്രുക്കളായ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ലോണുകൾ, പണപ്പെരുപ്പത്തേക്കാൾ ഇരട്ടിയിലധികം വർധനവ് നേടിയ കോളേജ് ട്യൂഷൻ ചെലവ്. വ്യക്തിഗത നികുതിദായകരുടെ പിറകെ പോകുന്ന IRS ആകട്ടെ കോർപ്പറേറ്റ് പന്നികളുമായി ഒളിച്ചുകളി നടത്തുന്നു. നിരാശ തോന്നുന്നില്ലേ? ഒരിക്കൽ ഒരു പോക്കർ കളിക്കാരൻ പറഞ്ഞതോർക്കുന്നു. നിങ്ങളൊരു പോക്കർ ടേബിളിലിരുന്ന് ആരാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് പുറത്തു പോവുക. കാരണം തോറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഞാനൊരിക്കലും തോറ്റുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കളിക്കുമ്പോൾ. നിങ്ങൾ എന്തു പറയുന്നു? 06. എവിടെയും സുരക്ഷയില്ല. നിരവധി പേർ അവസരങ്ങൾക്ക് പകരം സുരക്ഷയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർ മരണത്തേക്കാൾ ഭയക്കുന്നത് ജീവിതത്തെയാണ്. ജെയിംസ് എഫ് ബൈറൻസ്, പ്രസിഡന്റ് ട്രൂമാന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്. സുരക്ഷയെക്കുറിച്ച് ഒരത്യായം എന്തിനാണ്? കാരണം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് സുരക്ഷയാണ്. കരിയർ, കുടുംബം, ഭാവി എന്നിവയെക്കുറിച്ചുള്ള ചിന്തകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് സുരക്ഷയാണ് എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തെ സന്തോഷകരമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് സുരക്ഷ വഴുതിമാറുന്നു അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് ഭയമുണർത്തുന്ന വിധത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമേരിക്കൻ ഡ്രീമിന്റെ മൂലക്കല്ല് സുരക്ഷയാണ്. നമുക്ക് വേണ്ടത് സുരക്ഷിതമായ ഉത്പാദന ജോലികളാണ്. നമുക്ക് വേണ്ടത് സുരക്ഷിതമായ വൈറ്റ് കോളർ ജോലികളാണ്. നമുക്ക് വേണ്ടത് സുരക്ഷിതമായ ഗവൺമെന്റ് ജോലികളാണ്. അത് മാത്രമാണ് ആളുകൾക്ക് വേണ്ടത്. പ്രശ്നം എന്തെന്നാൽ പഴഞ്ചൻ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിൽ യാതൊരു സുരക്ഷയുമില്ല. കഴിഞ്ഞ ദശകത്തിൽ ബ്ലൂചിപ്പ് കമ്പനികളിലെ സുരക്ഷിതമായ ജോലികളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് തൊഴിലാളികളോട് ചോദിച്ചു നോക്കൂ. കടുത്ത സാമ്പത്തിക മാന്ദ്യ കാലഘട്ടത്തിലെ വമ്പൻ പിരിച്ചുവിടൽ നടക്കുമ്പോഴും ആളുകൾ കരുതിയിരുന്നത് പരമ്പരാഗത ബിസിനസ്സിൽ സുരക്ഷിതത്വമുണ്ടെന്നായിരുന്നു. ഇതെന്നെ ഒരു കഥ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ കഥയിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഒരാൾ അയാളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ബാറിലേക്ക് പോയി. പാട്ടവും ആട്ടവുമൊക്കെയായി എല്ലാവരും ആഘോഷതിമിർപ്പിൽ. ബാറടക്കാൻ തുടങ്ങിയതോടെ അയാളും സുഹൃത്തുക്കളും പിരിയുകയും കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സമയം രാവിലെ 6 മണിയായെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. രാത്രി മദ്യപാന ആഘോഷങ്ങൾ ഭാര്യ വിലക്കിയിട്ടുള്ളത് അയാൾക്ക് ഓർമ്മ വന്നു. യാത്രയിലുടനീളം അയാൾ ഭാര്യയോട് പറയാനുള്ള കാരണങ്ങൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നു. 20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അയാൾ കണ്ടത് ദേഷ്യത്തോടെ ഭാര്യ അയാളെ കാത്തുനിൽക്കുന്നതാണ്. രാത്രി മുഴുവനും എവിടെയായിരുന്നു? ഭാര്യ ചോദിച്ചു. ഞാൻ അർദ്ധരാത്രി തന്നെ തിരിച്ചെത്തിയിരുന്നു. പക്ഷേ നിന്നെ ഉണർത്തേണ്ട എന്ന് കരുതി പുറത്തെ ആട്ടുകട്ടിലിൽ പോയി കിടന്നു, അയാൾ പറഞ്ഞു. ഭാര്യ അയാളെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കൊള്ളാം, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 വർഷം മുൻപ് നമ്മൾ ആ ആട്ടുകട്ടിൽ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. അയാൾ ഭാര്യയെ ദീനമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. നല്ല കാര്യം, പക്ഷേ എന്റെ കഥ ഇതാണ്. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. സുഹൃത്തുക്കളെ, ആളുകൾ ഇപ്പോഴും കരുതുന്നത് 1950കളിലെ പോലെ ജോലി സുരക്ഷ എന്നൊന്ന് ഇപ്പോഴും ഉണ്ടെന്നാണ്. അവർ അവരെ തന്നെ കളിയാക്കുകയാണ്. അവർ അവരോട് തന്നെ വലിയ കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ്. എന്നിട്ടവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. വർക്ക് പ്ലേസ് കൺസൾട്ടന്റായ മേരി ലിൻ പുള്ളിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ജീവിതകാലം മുഴുവനുള്ള സുരക്ഷ, തൊഴിൽ എന്നിങ്ങനെ ആളുകൾ കേട്ടുവളരുന്ന കാര്യങ്ങൾ ഇനിയങ്ങോട്ട് പ്രായോഗികമല്ല. സത്യത്തെ അംഗീകരിക്കുക. ഇനിയങ്ങോട്ടുള്ള കാലത്ത് സുരക്ഷ എന്നൊന്നില്ല. നമുക്ക് ക്ലോക്ക് പിറകിലേക്ക് ആക്കിവെക്കാൻ സാധിക്കില്ല. ഈ സത്യത്തെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ധീരമായ പുതിയ ലോകം. ഒറ്റ ശമ്പളം മാത്രമുണ്ടായിരുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ജീവിത നിലവാരം നേടിയെടുക്കാൻ ഇന്ന് ഭൂരിഭാഗം അമേരിക്കക്കാർക്കും ചുരുങ്ങിയത് 2 വരുമാന മാർഗമെങ്കിലും വേണം. 3 വ്യത്യസ്ത വരുമാനത്തെക്കുറിച്ച് വരെ ആളുകൾ ചിന്തിക്കുന്നത് വളരെ സാധാരണമായി കഴിഞ്ഞു. നമ്മുടെ ലോകവും തൊഴിൽ സ്ഥലങ്ങളും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു വർഷം മുൻപ് വരെ കമ്പനികളിൽ ജീവിതകാലം മുഴുവൻ ഉരുക്കിട്ട് ഉറപ്പിച്ചിരുന്ന സ്ഥാനങ്ങൾ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ 2 ദശകങ്ങളിലായി ഏകദേശം 30% അമേരിക്കക്കാർക്ക് അവരുടെ ജോലി നഷ്ടമായി. അതായത് ഓരോ 10 തൊഴിലാളികളിലും 3 പേർക്ക് വീതം. ആഗോളവൽക്കരണം, ഔട്ട്സോഴ്സിംഗ്, യന്ത്രവൽക്കരണം എല്ലാം കുതിച്ചുയരുകയാണ്. ഈ ട്രെൻഡ് വരും ദശകങ്ങളിലും തുടരും. യന്ത്രവൽക്കരണവും ആധുനിക സാങ്കേതിക വിദ്യയും വന്നതോടെ ബ്ലൂ കോളർ ജോലികളാണ് ആദ്യം നഷ്ടപ്പെട്ടത്. ഒറ്റ രാത്രി കൊണ്ടെന്ന പോലെ വ്യാവസായിക മേഖല മുഴുവൻ മാറിമറിഞ്ഞു. അടുത്തതായി വൈറ്റ് കോളർ ജോലികൾക്ക് മുകളിലാണ് കോടാലി വീഴാൻ പോകുന്നത്. ക്ലറിക്കൽ തൊഴിലാളികൾക്ക് പകരമായി മികച്ച സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെത്തി കഴിഞ്ഞു. ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് ടെലിഫോൺ ഓപ്പറേറ്റർമാർ. അതിശക്തമായ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വരുന്നതിന് മുൻപ് മാബെൽ കമ്പനിയും അവരുടെ എതിരാളികളും ലോക്കൽ, ദീർഘദൂര ടെലിഫോൺ കോളുകൾ കൈകാര്യം ചെയ്യാനായി ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരെ ജോലിക്ക് എടുത്തിരുന്നു.
ഇന്ന് 10,000 ലൈവ് ഓപ്പറേറ്റർമാർ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിന് സാധിക്കും. ഇതിന് മേൽനോട്ടം വഹിക്കുവാൻ AD&Dയുടെ ഒരു ഹൈടെക് സൂപ്പർവൈസർ മാത്രം മതിയാകും. ഓട്ടോമേഷൻ വളരെ മികച്ച രീതിയിലും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ജോലികൾ ചെയ്യാൻ സഹായിക്കുന്നു. വോയിസ് മെയിലുകൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാൽ വോയിസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ മികച്ച കാര്യമാണ്. കമ്പനികളിലെ റിസപ്ഷനിസ്റ്റ്, സർവീസ് റെപ്പ് തസ്തികകൾ ഇല്ലാതാകാൻ ഇത് കാരണമാകും. ഇന്നത്തെ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനി, മോർട്ട്ഗേജ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒരു ജീവനുള്ള വ്യക്തിയെ ഫോണിൽ ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഓട്ടോമേഷൻ പിടിമുറുക്കുന്നതോടെ ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന തൊഴിലാളികൾ എവിടേക്കാണ് പോകുന്നത്? സ്റ്റാർബക്സ് അല്ലെങ്കിൽ ഹോം ഡിപ്പോ? ഭാഗ്യവാന്മാരാണെങ്കിൽ വാൾമട്ട്, അല്ലെങ്കിലോ ചോർത്തേജിനും. കാര്യങ്ങൾ കൈവിട്ടു പോകും. 2001 ശേഷം US സമ്പദ് വ്യവസ്ഥയിൽ ഒരു സ്വകാര്യ മേഖലയിൽ മാത്രമാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ കൂട്ടിച്ചേർത്തത്. ആരോഗ്യമേഖല .com കുമിള പൊട്ടി 5 വർഷത്തിനു ശേഷം ആരോഗ്യമേഖലയിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ബാക്കി സ്വകാര്യ മേഖലയിൽ 0 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബൂമേഴ്സ് കാലഘട്ടത്തിൽ ആരോഗ്യമേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദശലക്ഷക്കണക്കിന് അവസരങ്ങൾ. മുതിർന്ന പൌരന്മാരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാനുദ്ദേശിക്കുന്നുവെങ്കിൽ ഇതാണ് ശരിയായ സമയം. ഇന്നത്തെ പുതിയ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഫോർച്യൂൺ മാസിക പറഞ്ഞത് കേൾക്കാം. അമേരിക്കൻ ഫാക്ടറികൾ മെലിഞ്ഞതും 1979 ഉണ്ടായിരുന്നതിനേക്കാൾ 12% തൊഴിലാളികൾ കുറവ്, ശക്തവും 51% കൂടുതൽ സാധനങ്ങളുണ്ടാക്കുന്നു, വേഗതയേറിയതും 3.5% വാർഷിക നിരക്കിൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു ആണ്. അതുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധനായ പോൾ സേഡ് പിൽസർ പ്രവചിച്ച 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രധാനപ്പെട്ട വ്യാവസായിക രാജ്യങ്ങളിലെ 20% തൊഴിലില്ലായ്മ ഒരു അതിശയോക്തിയല്ലാത്തത്. ഉത്പാദനക്ഷമത വർദ്ധിക്കും തോറും തൊഴിലാളികളുടെ ആവശ്യവും കുറഞ്ഞു വരുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ 20% തൊഴിലില്ലായ്മ പ്രവചിക്കുന്നില്ല. മക്ഡൊണാൾഡ്സിലും കൺവീനിയൻസ് സ്റ്റോറുകളിലും എൻട്രി ലെവൽ ജോലികൾ ലഭ്യമാണ്. 20% തൊഴിലില്ലായ്മയേക്കാൾ 80% പേർ നൈപുണ്യം ആവശ്യമില്ലാത്ത, യോഗ്യതയേക്കാൾ കുറഞ്ഞ ലെവലിലുള്ള തൊഴിലുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? മാറ്റത്തെക്കുറിച്ച് ഒരു ചെറിയ ചരിത്ര പഠനം. നമുക്കറിയാം, ചില വ്യവസായങ്ങളുണ്ടാകും, വളരും, അഭിവൃദ്ധിപ്പെടും, പ്രായമാകും, ക്രമേണ മരിക്കും. അങ്ങനെയാണ് അതിന്റെ വഴി. കഴിഞ്ഞ കാര്യങ്ങളിൽ കടിച്ച് തൂങ്ങിക്കിടന്ന വളർച്ചയ്ക്ക് എതിരെ പോരാടുന്നത് വിഡ്ഢിത്തമാണ്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നാം കർഷകരായിരുന്നു. ജനസംഖ്യയുടെ 90% ഒരു രാജ്യമെന്ന നിലയിൽ നമുക്കാവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ മുഴുകിയിരുന്നു. 1930 ആയപ്പോഴേക്കും 100 ദശലക്ഷത്തോളം അമേരിക്കൻ പൌരന്മാരെ തീറ്റിപ്പോറ്റാൻ 30 ദശലക്ഷം കർഷകരാണ് ഉണ്ടായിരുന്നു. 2000-ത്തിലേക്കുള്ള 70 വർഷങ്ങളിലെ നിരക്ക് ഇതിനേക്കാൾ കൂടുതലാണ്. പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ എത്ര കർഷകരാണ് ഭൂമിയിൽ പണിയെടുക്കുന്നത് എന്ന് ഊഹിക്കാമോ? അത്ഭുതകരമെന്ന് പറയട്ടെ, 300 മില്യൺ അമേരിക്കക്കാരെ തീറ്റിപ്പോറ്റുന്നത് വെറും 3 ലക്ഷം കർഷകരാണ്. കൂടാതെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ 100 മില്യൺ കർഷകരും. 70 വർഷം കൊണ്ട് 19% കർഷകർ 4 ഇരട്ടിയിലധികം ഭക്ഷണമുണ്ടാക്കുന്നു. അതിസൃഷ്ടമല്ലേ? എന്നാൽ ഇക്കാലയളവിൽ കർഷകർ അല്ലാതായിത്തീർന്നവർക്കും അവരുടെ കുട്ടികൾക്കും എന്ത് സംഭവിച്ചു? കർഷകരുടെ മക്കളെല്ലാം ബിസിനസ് ഉടമകളോ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർമാരോ കെമിക്കൽ എഞ്ചിനീയർമാരോ ഇൻഷുറൻസ് സെയിൽസ്മാൻമാരോ ഡോക്ടർമാരോ അഭിഭാഷകരോ ഒക്കെയായി. അവരാരും കർഷകരല്ല. എന്തുകൊണ്ട്? കാരണം കൃഷിയിൽ ജോലി സുരക്ഷയില്ല. നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമല്ലാതെ കൃഷിയിൽ മറ്റ് അവസരങ്ങളൊന്നുമില്ല. വെട്ടിക്കുറച്ചതോ? വെട്ടിക്കുറയ്ക്കുന്നതോ? ഉരുക്കു തൊഴിലാളികൾ, വാഹന തൊഴിലാളികൾ, മെക്കാനിക്കുകൾ ഒരു കാലത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയിരുന്ന തൊഴിലുകളാണ് ഇത്. ഇവയെല്ലാം ഇന്ന് അപ്രത്യക്ഷമായി കണ്ടിരിക്കുന്നു. മത്സരാധിഷ്ഠിതമായ ലോകത്ത് പിടിച്ചു നിൽക്കാനായി ബിസിനസ്സുകൾ ചെലവ് കുറയ്ക്കുകയും ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് മെഷീനുകൾ കൂടുതലും തൊഴിലാളികൾ കുറവും. ഇപ്പോഴും തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ബിസിനസ്സുകൾ ദയാലുക്കളും സഹാനുഭൂതിയുള്ളവരുമാണെന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല. മത്സരിക്കാനാകാതെ അവർ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പാപ്പരായി തീരുകയും ചെയ്യും. പ്രതിവർഷം $30,000 ശമ്പളത്തിൽ 3 തൊഴിലാളികൾ ചെയ്യുന്ന ജോലി $50,000 വിലയുള്ള മെഷീൻ ചെയ്യും. മെഷീൻ ഒരിക്കലും തെറ്റുകൾ വരുത്തില്ല, അവധിയെടുക്കില്ല, ശമ്പളം കൂട്ടിച്ചൊതിച്ചുകൊണ്ട് പണിമുടക്കില്ല, അതിന് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ട. ഒരിക്കലും അതൊരു ലൈംഗികാരോപണ കേസ് ഫയൽ ചെയ്യില്ല. ഈ രാജ്യത്ത് സുരക്ഷിതമായ ഒരേയൊരു ജോലിയെന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയുടേതാണ്. കാരണം അവർ നിയമിക്കപ്പെടുന്നത് ആജീവനാന്ത കാലത്തേക്കാണ്. എന്നാൽ ഒരേ ഒരു പ്രശ്നം, ആകെ 9 സുപ്രീംകോടതി ജഡ്ജിമാരെയുള്ളൂ. അതിൽ ഭൂരിഭാഗവും നല്ല ആരോഗ്യമുള്ളവരാണ്. എന്റെ ഉപദേശം സ്വീകരിക്കൂ. ഫോൺ കോളിനായി കാത്തിരിക്കരുത്. വിദ്യാഭ്യാസം നേടൂ. കോളേജിൽ പോവുക, ഡിഗ്രി സമ്പാദിക്കുക, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലൊരു ഭാവിയുണ്ടാക്കുക. സാധാരണ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് ഇതൊരു കെട്ടുകഥയായി മാറിയിരിക്കുന്നു. അതെ, കോളേജിൽ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.
എന്നാൽ ഇവരിൽ ആരും നിങ്ങളെ എങ്ങനെ സാമ്പത്തികമായി സുരക്ഷിതരാകാമെന്ന് പഠിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ സ്റ്റീഫൻ ക്രെഗ്നിന്റെ ധീരയുടെ ചുവന്ന ബാഡ്ജ് എന്ന കവിത ഞാനോർക്കുകയാണ്. ഞാനൊരു പ്രവാചകനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കൈകളിൽ ജ്ഞാനപുസ്തകമുണ്ടായിരുന്നു. സർ, ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു. എന്നെ വായിക്കാനനുവദിച്ചാലും കുഞ്ഞെ, അദ്ദേഹം ആരംഭിച്ചു. സർ, ഞാൻ പറഞ്ഞു, ഞാനൊരു കുട്ടിയാണെന്ന് കരുതരുത്. അങ്ങയുടെ കൈയിലുള്ളതിൽ കുറേയധികം എനിക്കിപ്പോഴേ അറിയാം. കുറച്ചധികം അദ്ദേഹം പുഞ്ചിരിച്ചു. അതിനുശേഷം ബുക്ക് തുറന്ന് എന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. വിചിത്രമെന്ന് പറയട്ടെ, ഞാൻ വളരെ അപ്പെട്ടെന്ന് ഉരന്തനായി വളർന്നു. ഒരു കോളേജ് ലൈബ്രറികളിലുമില്ലാത്ത ജ്ഞാനത്തിന്റെ പുസ്തകം അമേരിക്കൻ ഡ്രീം എങ്ങനെ നേടിയെടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും. അഥവാ അങ്ങനെയൊരു പുസ്തകം ലൈബ്രറിയിൽ കണ്ടെത്തിയാൽ തന്നെ വളരെ കുറച്ചു പേർക്ക് അതിലൊരു വരിയെങ്കിലും മനസ്സിലാകൂ. കോളേജ് ഗ്രേഡുകൾക്ക് അനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ലളിതവും വ്യക്തവുമാണ് കാരണങ്ങൾ. ജനസംഖ്യ. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ലോകം കണ്ട ഏറ്റവും വലിയ വിപണി സൃഷ്ടിച്ച ബേബി ബൂം തന്നെ. അത് നിരവധി കോളേജ് ഗ്രാജുവേറ്റുകളെ സൃഷ്ടിച്ചു. ഒപ്പം മത്സരാധിഷ്ഠിതമായ ഒരു തൊഴിൽ വിപണി സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ലോക്കൽ സ്റ്റാർബക്സിലെയും ലോക്കൽ ബോർഡേഴ്സ് ബുക്ക് സ്റ്റോറിലെയും ചെക്കൌട്ട് പെൺകുട്ടികൾ കോളേജ് വിദ്യാഭ്യാസമുള്ളവരായത്. അവർക്കൊരു ഡിപ്ലോമയുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ നല്ല തൊഴിലവസരങ്ങളും ഡിപ്ലോമയും എക്സ്പീരിയൻസും ഉള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്ഷമിക്കണം, ഞങ്ങളിപ്പോൾ ആളിനെ എടുക്കുന്നില്ല. എന്നാൽ അടുത്ത സ്ട്രീറ്റിലെ നഴ്സിംഗ് ഹോമിലേക്ക് നെറ്റ് ഷിഫ്റ്റിന് ആളെ എടുക്കുന്നുണ്ട്. ഒരു ജോലി നേടുക. ഒരൊറ്റ മാസം കൊണ്ട് 2.5 ലക്ഷം ആളുകൾക്കാണ് തൊഴിലില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിക്കുകയും പ്രതീക്ഷകൾ അസ്തമിച്ചത് കാരണം ജോലി അന്വേഷിക്കുന്നത് നിർത്തുകയും ചെയ്തവരുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. അവരുടെ തൊഴിലുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടോ? തീർച്ചയായും. ധാരാളം ലോക്കൽ ന്യൂസ് പേപ്പറിലെ ക്ലാസിഫൈഡ് സെക്ഷൻ യെല്ലോ പേജ് പോലെ കട്ടികൂടിയതായിരിക്കുന്നു. എന്നാൽ ഇത്തരം ജോലികളുടെ 90% കുറഞ്ഞ വേതനം എന്ന 2 വാക്കിൽ ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വർഷാവർഷം ജോലി മാറുന്ന സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം അത്ഭുതപ്പെടുത്തുന്നതാണ്. സാധാരണഗതിയിൽ ഒരാൾ ഒരിടത്ത് ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുന്നതുവരെ അവിടെ തന്നെ തുടരുന്നതാണ് രീതി. ചിലപ്പോൾ കോർപ്പറേറ്റ് ലാഡറിലേക്ക് കയറാനായി 1-2 മാറ്റങ്ങളുണ്ടാകാം. എന്നാൽ ഇന്ന് തൊഴിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒരാൾ അയാളുടെ തൊഴിൽ ജീവിതത്തിൽ 5-6 കരിയറുകളിലായി 10 മുതൽ 12 വർഷങ്ങൾ വരെ ജോലികൾ മാറുന്നുണ്ടെന്നാണ്. ഇതിൽ എവിടെയാണ് സുരക്ഷ? ഞാൻ പറയുന്നു, ജോലി സുരക്ഷ എന്നൊന്നില്ല. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ തൊഴിലുകളിൽ ഒന്നെന്ന് കരുതിയിരുന്ന US പോസ്റ്റൽ സർവീസ് പോലും ഇന്നൊരു അപകടഘട്ടത്തിലാണ്. നിലവിൽ ഏകദേശം 7 ലക്ഷത്തോളം പേരാണ് പോസ്റ്റൽ സർവീസിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇമെയിലിന്റെ വരവോടെയും UPS, ഫെഡെക്സ് എന്നിവയിൽ നിന്നുള്ള മത്സരവും മൂലം പോസ്റ്റൽ സേവനങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു. ഇതോടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 13,000 തസ്തികകൾ വെട്ടിക്കുറക്കുകയാണ് പോസ്റ്റൽ സർവീസിന്റെ ലക്ഷ്യം. പാരമ്പര്യേതര തൊഴിലുകളിൽ വർധനവ്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും പ്രതീക്ഷിക്കാനൊന്നുമില്ല. ലളിതമായി പറഞ്ഞാൽ അമേരിക്കൻ തൊഴിൽ മേഖലയിൽ ജോലി സുരക്ഷ എന്നൊന്നില്ല. അതിനാലാണ് അമേരിക്കൻ തൊഴിൽ ശക്തിയുടെ 1/3 വരുന്ന 35 മില്യൺ അമേരിക്കക്കാർ അനിശ്ചിത തൊഴിലാളികൾ ആയത്. ഇതിൽ സ്വതന്ത്ര കോൺട്രാക്ടർമാർ, പാർട്ട് ടൈം തൊഴിലാളികൾ, കൺസൾട്ടന്റുമാർ, ഫ്രീലാൻസർമാർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കോൺട്രാക്ട് തൊഴിലാളികൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു. സൗജന്യങ്ങളെല്ലാം സൗജന്യമായിട്ടല്ല ലഭിക്കുന്നതെന്നാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഭൂരിഭാഗം അമേരിക്കക്കാർക്കും എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നില്ല. കിട്ടുന്നതുകൊണ്ട് അവർ പോകുന്നു. ഇതിൽ സ്വാതന്ത്ര്യമോ സുരക്ഷയോ ഇല്ല. ഒരു ചെറുകിട ബിസിനസ്, സ്വന്തമായുള്ള അത്ഭുത ലോകം. ആമുഖത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഭൂരിഭാഗം പരമ്പരാഗത ബിസിനസ്സുകളും ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പരാജയപ്പെടും. അതിനെ അതിജീവിക്കുന്ന 10% പേരിൽ വളരെ കുറച്ചുപേർ മാത്രമേ 10 വർഷം കൂടി നിലനിൽക്കൂ. 10 വർഷത്തിലധികം പ്രായമുള്ള ഫ്രാഞ്ചൈസികളില്ലാത്ത എത്ര ബിസിനസ്സുകളെ നിങ്ങൾക്കറിയാം? സത്യത്തിൽ ഭൂരിഭാഗം ചെറുകിട ബിസിനസ് സംരംഭകരും അവരുടെ സ്വന്തം ബിസിനസിന്റെ ഉടമസ്ഥരല്ല. അവർ അവരുടെ ജോലിയുടെ ഉടമസ്ഥർ മാത്രമാണ്. എനിക്കിതിനെക്കുറിച്ച് നേരിട്ട് അനുഭവമുണ്ട്. 24 വയസ്സുള്ളപ്പോൾ ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ചു. മറ്റൊരാൾക്ക് വേണ്ടി ജോലിയെടുക്കുന്നതിൽ ഞാൻ നിരാശനായിരുന്നു. അതിനാൽ ഞാൻ സ്വന്തമായി ഒരെണ്ണം ആരംഭിക്കാൻ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ ഞാൻ തന്നെ ക്ലയന്റായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാനെന്ന് അധികം വൈകാതെ എനിക്ക് മനസ്സിലായി. ഞാനൊരു അരവട്ടനായ വ്യക്തിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തോളം ആഴ്ചയിൽ 80 മണിക്കൂറുകൾ ഞാൻ പണിയെടുത്തു. സന്തോഷകരമായ വാർത്തയെന്തെന്നാൽ എന്റെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിയെന്നതാണ്. എന്റെ പുതിയ സെല്ലുലാർ ഫോൺ ബിസിനസ്സിലെ ആദ്യ വർഷം ഞാനൊരു $1 മില്യൺ ഉണ്ടാക്കി. എന്നാൽ മോശം വാർത്ത എന്തെന്നാൽ അതിനുവേണ്ടി എനിക്ക് $1.2 മില്യൺ ചെലവായി എന്നതാണ്. പറഞ്ഞുവന്നത് വളരെ ചെലവേറിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ പറയുന്നത് എനിക്കറിയാം, നിങ്ങൾക്ക് ഒരു കോളേജിൽ പോയി പഠിച്ചാൽ പോരായിരുന്നു എന്നല്ലേ? അതേ, ഞാനതും ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്രിമിനൽ ജസ്റ്റിസിൽ ഒരു ഡിഗ്രിയുണ്ട്. ഒരു ജയിൽ വാർഡനായി ജോലി നോക്കാൻ അത് പോരെ? ഒരു പോലീസുകാരനെയോ ഒരു പ്രൊബേഷൻ ഓഫീസറായോ ജോലി നോക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ഏറ്റവും മികച്ച വഴികളിലൊന്നല്ല. ഫ്രാഞ്ചൈസികൾ.
ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്ന റിസ്ക് എടുത്ത് സ്വയം ബിസിനസ് ആരംഭിക്കുന്നതിന് പകരം പലരും ഇന്ന് ഫ്രാഞ്ചൈസികളിലേക്ക് തിരിയാറുണ്ട്. ഫ്രാഞ്ചൈസികൾ ആരംഭിക്കണമെങ്കിൽ ലൈസൻസ് ഫീസിന്റെ രൂപത്തിൽ നല്ലൊരു തുക നിങ്ങൾ ബിസിനസ് നിയന്ത്രിക്കുന്ന ഫ്രാഞ്ചൈസർക്ക് നൽകണം. അയാൾ നിങ്ങൾക്ക് നിലവിൽ കണ്ടുപിടിച്ച് വികസിപ്പിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു ബിസിനസ് നിങ്ങൾക്കായി സജ്ജീകരിച്ച് നൽകും. അതിനാവശ്യമായ പരസ്യവും അനുയോജ്യമായ ഉപകരണങ്ങളും നൽകും. ജീവനക്കാരെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്നും കണക്കുകൾ എങ്ങനെ സൂക്ഷിക്കണമെന്നും ഉത്പന്നങ്ങൾ എങ്ങനെയുണ്ടാക്കണമെന്നുമെല്ലാം അവർ പഠിപ്പിച്ചു നൽകും. നിങ്ങൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും അവർ എത്തിച്ചു നൽകും. നിങ്ങൾ പണം നൽകിയതിനു ശേഷം കീ കൊടുത്ത് ബിസിനസ് ഓടിച്ച് വിജയത്തിലേക്ക് എത്തിച്ചാൽ മതിയാകും. ശരിയല്ലേ? എന്നാൽ അങ്ങനെയല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ ഇന്റീരിയർ ജോലികൾ ചെയ്യിച്ച് ഉപകരണങ്ങളും വാങ്ങി ബിസിനസിന് ആവശ്യമായ ഉത്പന്നങ്ങൾക്ക് പണവും കൊടുത്ത് ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ശരാശരി $1,00,000 പുറത്ത് ചെലവാകും. ഇനിയുമുണ്ട്. ആഴ്ചയിൽ 7 ദിവസം 12 മുതൽ 14 മണിക്കൂർ നിങ്ങൾ ഒരു കൂട്ടം മിനിമം വേതനം നൽകുന്ന തൊഴിലാളികളെ കൂടി പരിപാലിക്കണം. ബിസിനസ് വളരെ നന്നായി പോവുകയാണെങ്കിൽ 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് മുടക്ക് മുതൽ തിരിച്ചുപിടിച്ച് ലാഭമുണ്ടാക്കി തുടങ്ങാം. ഉടമസ്ഥൻ തന്നെ മാനേജരായി പ്രവർത്തിക്കുന്ന ഫ്രാഞ്ചൈസികളിൽ മുടക്ക് മുതൽ തിരിച്ചുപിടിച്ച ശേഷം പ്രതിവർഷം $50,000 മുതൽ $60,000 വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു മാനേജരെ ജോലിക്കായി വെച്ചാൽ നിങ്ങൾ ബ്രേക്ക് ഈവൻ ആകുന്നത് നിങ്ങളുടെ ഭാഗ്യം പോലെയിരിക്കും. കൂടുതൽ വലുതും മെച്ചപ്പെട്ടതുമായ ഫ്രാഞ്ചൈസികൾ കുറച്ചുകൂടി വരുമാനം നേടിത്തരും. മക്ഡൊണാൾഡ്സിന്റെ ഫ്രാഞ്ചൈസി പരാജയപ്പെടില്ലെന്ന് ഉറപ്പുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ലാഭത്തിന്റെ നല്ലൊരു പങ്ക് അവർക്ക് നൽകേണ്ടതായി വരും. ഒരു മക്ഡൊണാൾഡ്സ് ഫ്രാഞ്ചൈസി ആരംഭിക്കാൻ കുറഞ്ഞത് $1 മില്യൺ വേണ്ടിവരും. ന്യൂസ് വീക്കിലെ ബിസിനസ് കോളമിസ്റ്റ് ആയ ജെയിൻ ബ്രെയന്റ് ക്വിന്നിന്റെ അഭിപ്രായത്തിൽ ഫ്രാഞ്ചൈസികളിൽ 1/3 നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1/3 മുടക്കുമുതൽ തിരികെ പിടിക്കുമ്പോൾ 1/3 ലാഭമുണ്ടാക്കുന്നു. അതായത് 100-ൽ 66 ഫ്രാഞ്ചൈസികൾ ലാഭമുണ്ടാക്കുന്നില്ല. അത് ലോട്ടറി എടുക്കുന്നതിനേക്കാൾ ലാഭകരമാണ്. എന്നാൽ 3 ഫ്രാഞ്ചൈസികളിൽ നഷ്ടം നേരിടുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യേണ്ടിവരുന്ന 2-ലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് അത്ര ആശ്വാസമുള്ള കാര്യമല്ല. വിജയകരമായി നടത്താൻ സാധിക്കുന്ന 5 സ്റ്റോറുകളെങ്കിലും ഇല്ലാതെ ഇപ്പണിക്ക് ഇറങ്ങുന്നതിൽ കാര്യമില്ലെന്ന് അനുഭവസമ്പത്തും പ്രൊഫഷണലുകളുമായ ഫ്രാഞ്ചൈസികൾ നിങ്ങളെ ഉപദേശിക്കും. സഹായം. പുറത്തുനിന്നുള്ള സഹായത്തെ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കില്ല എന്നത് ലളിതമായ വസ്തുതയാണ്. ആരോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷയെന്ന് പറയുന്നത് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മെ രക്ഷിക്കാനായി എത്തുമെന്നൊരു തോന്നലാണെന്ന്. സിൻഡ്രല്ലയുടെ കഥ അതുതന്നെ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പരമ്പരാഗത ജോലികളിലോ പരമ്പരാഗത വ്യവസായത്തിലോ ഇത്തരം പ്രതീക്ഷകളൊന്നും തന്നെയില്ല. വിദ്യാഭ്യാസം, ഗവൺമെന്റ്, ബിസിനസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലൊന്നും തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം നൽകുന്നില്ല. നാം തന്നെ കാര്യങ്ങൾക്ക് മുന്നേ എടുക്കേണ്ടിയിരിക്കുന്നു. അതെന്താണ് എന്ന് ലളിതമായി പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. കാര്യങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ മാറണം. കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ഓപ്ഷനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 07. നിങ്ങൾക്കുള്ള ഓപ്ഷനുകൾ എന്തെല്ലാമാണ്? ലോകം നിറയെ വാതിലുകളും അവസരങ്ങളുമാണ്. ഒപ്പം അവയിൽ തടസ്സമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന സമ്മർദ്ദത്തിന്റെ തന്ത്രികളും. റാൽഫ് വാൾഡോ എമേഴ്സൺ, അമേരിക്കൻ തത്വചിന്തകൻ. തൊഴിൽ ലോകത്ത് യാതൊരു സുരക്ഷയുമില്ലെന്നും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണമെന്നുമുള്ള വസ്തുത നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകും? നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ വരുമാന സാധ്യതകളെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ വരുമാന സാധ്യതകൾ. സാധ്യത 1, ഒരു ജോലി. ഇത് പണത്തിനു വേണ്ടി സമയത്ത് വിൽക്കുന്ന പരിപാടിയാണെന്ന് നാം നേരത്തെ പറഞ്ഞു. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമോ സുരക്ഷിതത്വമോ ഉണ്ടായിരിക്കില്ല. ഒരു ജോലിയുണ്ടായിരിക്കുക എന്നാൽ അതിനർത്ഥം നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന 2 വാക്കിൽ നിങ്ങൾ തെരുവിലിറങ്ങേണ്ടിവരും എന്നാണ്. അമേരിക്കയിലെ ഏറ്റവും മികച്ച സെയിൽസ് മോട്ടിവേറ്റർമാരിൽ ഒരാളായ സിഗ് സ്ലിഗർ ഒരിക്കൽ ജോബിനെ വിശേഷിപ്പിച്ചത് ജസ്റ്റ് ഓവർ ബ്രോക്ക് എന്നാണ്. മാറുന്ന ഇന്നത്തെ തൊഴിൽ ലോകത്ത് ഏറ്റവും മുകളിലുള്ളവനും ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കുമിടയിൽ വളരെ കുറച്ച് സുരക്ഷിതമായ തൊഴിലവസരങ്ങളേയുള്ളൂ. സാധ്യത 2, സ്വയം തൊഴിൽ. ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ പലരും അവരുടെ ജോലിയിൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി സ്വയം തൊഴിലിലേക്ക് കടന്നു. എന്നിരുന്നാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങൾ ഏറ്റവും പരമ്പരാഗത ബിസിനസ്സാണ് ആരംഭിക്കുന്നതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളെ തുറച്ചു നോക്കിയിരിക്കുന്നുണ്ട്. അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാനും ലാഭത്തിൽ നടത്താനുമുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആദ്യത്തെ കുറച്ചു വർഷം നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനായാൽ നിങ്ങൾക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിയാൽ 10 വർഷമോ അതിൽ കൂടുതലോ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത 1% താഴെയാണ്. സാധ്യത 3, ഒരു ഫ്രാഞ്ചൈസി വാങ്ങുക. നിങ്ങളുടെ കയ്യിൽ ഭാഗ്യപരീക്ഷണത്തിന് 50,000 അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഡോളറുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം തൊഴിൽ വിട്ട് ഫ്രാഞ്ചൈസികൾ വാങ്ങി പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ 33% ഫ്രാഞ്ചൈസികൾ മാത്രമാണ് ലാഭമുണ്ടാക്കുന്നത്.
ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം കൊണ്ട് അല്ലെങ്കിൽ വീട് പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ട് അവരെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ അപകടം പിടിച്ച കളിക്ക് നിങ്ങൾ തയ്യാറുണ്ടോ? വിജയിക്കാനുള്ള സാധ്യത ഇവിടെ 3-1 മാത്രമാണ്. സാധ്യത 4 നിക്ഷേപങ്ങൾ. ഇതിലൂടെയാണ് സമ്പന്നർ സമ്പന്നരാകുന്നതും പാം ബീച്ച് സോഷ്യലൈറ്റുകൾ അവരുടെ എസ്റ്റേറ്റ് പരിപാലിക്കുന്നതും കൺട്രി ക്ലബ്ബ് കുടിശ്ശിക കൊടുത്ത് തീർക്കുന്നതും. പ്രശ്നം എന്തെന്നാൽ മാന്യമായ ഒരു റിട്ടയർമെന്റിന് ടൺ കണക്കിന് പണം വേണ്ടിവരും എന്നതാണ്. $1 മില്യൺ കാര്യമെടുക്കാം. ഈ പണത്തിന് സിഡിയിൽ 5% പലിശ ലഭിക്കും. അതായത് പ്രതിവർഷം നികുതിയൊന്നും കൊടുക്കാതെ $50,000 പലിശ ലഭിക്കും. പേറോൾ, ഇൻകം ടാക്സ് എന്നിവ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ $1 മില്യൺ നിക്ഷേപത്തിന് പ്രതിവർഷം $31,000 പലിശ ലഭിക്കും. സാധ്യത 5. ഒരു വഴി കൂടിയുണ്ട്. പ്രമുഖരായ എഴുത്തുകാർ, ഗാനരചയിതാക്കൾ, സംഗീതജ്ഞർ, അഭിനേതാക്കൾ തുടങ്ങിയവർ സ്ഥിരവും എന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ വരുമാനത്തിനായി പിന്തുടരുന്ന പാതയാണ് ഇത്. നിങ്ങൾ ഭൗതിക സ്വത്തിന്റെ രൂപത്തിലൊരു ഉത്പന്നമുണ്ടാക്കുന്നു. അതിനുശേഷം റോയൽറ്റിയുടെ രൂപത്തിൽ സ്ഥിരവും തുടർച്ചയായതുമായ ഒരു വരുമാനമുണ്ടാക്കുന്നു. ഇതിനെ പാസീവ് ഇൻകം എന്ന് വിളിക്കുന്നു. നിർഭാഗ്യവശാൽ എല്ലാവർക്കും മികച്ച ഒരു ബുക്കോ ഗാനമോ ഉണ്ടാക്കാൻ സാധിക്കാറില്ല. ദൈവം കഴിവ് കനിഞ്ഞുകൊടുത്ത തോമസ് എഡിസൺ, സ്റ്റീഫൻ ഹോക്കിൻസ് പോലുള്ള കുറച്ച് എലൈറ്റ് ഗ്രൂപ്പ് ആളുകൾക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യമുള്ളൂ. എന്തെന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളാണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമാകട്ടെ, കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ ചരിത്രം വിജയമോ പരാജയമോ ആകട്ടെ, നിങ്ങൾക്ക് മികച്ചതും സ്ഥിരവും തുടർച്ചയായതുമായ ഒരു വരുമാനമുണ്ടാക്കിയെടുക്കാനുള്ള വഴിയുണ്ട്. ഇന്ന് തന്നെ. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടിലെവൽ മാർക്കറ്റിംഗ്. നിങ്ങൾ എന്തെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് ഒരവസരം നിങ്ങളെനിക്ക് നൽകേണ്ടതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നെന്നും അത് നിങ്ങൾക്ക് എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്നും അറിയാനുള്ള ഒരു അവസരമായി നിങ്ങളിതിനെ എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നേടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. മുകളിലെ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ലോകം മുഴുവൻ പിരമിഡുകളാൽ നിറഞ്ഞതാണ്. അതിൽ നല്ലതും ചീത്തയും നിയമപരവും നിയമവിരുദ്ധവും ഒക്കെയുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ഗവൺമെന്റുകൾ, പള്ളികൾ, എന്തിന് കുടുംബമടക്കമുള്ള ബിസിനസ്, സാമൂഹിക, സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം തന്നെ മൾട്ടിലെവൽ പിരമിഡുകളാണ്. അവയെല്ലാം നമ്മോട് രസകരമായ ഒരു കാര്യം പറയുന്നില്ലേ? ഒരു സ്ഥാപനത്തിന്റെ അടിസ്ഥാന ഘടനയോ രൂപമോ അല്ല അതിനെ നല്ലതും ചീത്തയുമാക്കുന്നത്, പകരം അതിലെ ആളുകൾ എന്തു ചെയ്യുന്നു എന്നതാണ്. പണത്തിന്റെയോ വോട്ടിന്റെയോ രൂപത്തിൽ മുകളിലേക്ക് പോകുന്ന അധികാരത്തിനനുസരിച്ച് മൂല്യം താഴേക്ക് വിതരണം ചെയ്യുന്ന സ്വാഭാവിക പിരമിഡ് തത്വം എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് മാറ്റങ്ങളുണ്ടാകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഇത്രമാത്രം. നിങ്ങളുടെ പക്കലുള്ളതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഇന്ന് നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും മികച്ച സാധ്യത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, അതെന്തല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളുടെ അമേരിക്കൻ സ്വപ്നം നേടിയെടുക്കാനും സൂക്ഷിക്കാനുമുള്ള സുരക്ഷയും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾക്കെന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിക്കൂ.